ശതധാരമുത്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്ത്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസീ പിബൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. നമോ മഹദ്ഭ്യോ നമോ അർഭഗേഭ്യോ നമോ യുവഭ്യോ നമ ആശീനേഭ്യഃ യജാമദേവാൻ യദി ശക്നവാമ മാജ്യായസഃ ശംസമാവൃക്ഷാദി ദേവാ നമഃ സദസേ നമഃ സദസ്പതയേ നമഃ സഖീനാം പുരോഗാണാം ചക്ഷുഷേ നമോ ദിവേ നമഃ പൃഥുവ്യൈ. ഹരിഃ ഓം. സദസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമയാസിഷം നമഃ സഭാഭ്യഃ സഭാപതിഭ്യശ്ച വോ നമഃ. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ആദ്യമായി ഉള്ളവന്റെ എളിയ പ്രണാമം. ശ്രീമദ് ഭാഗവതം ഇത്തവണ വിഷയമായിട്ട് ലഭിച്ചിട്ടുള്ളത് നാരായണ കവചം വൃത്രോൽപത്തി ആണ്. ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ നാരായണ കവചം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അവലോകനം ചെയ്യുകയാണ്. ഒരു പ്രഭാഷണം എന്ന നിലയ്ക്കല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പഠനം എന്ന നിലയ്ക്കാണ്. കാരണം ഭാഗവതത്തിന്റെ അത്യന്തമായിട്ടുള്ള രഹസ്യം തന്നെയാണ് നാരായണ കവചം. ഭാഗവതത്തിന്റെ സ്വരൂപം, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൈവല്യ പദപ്രാപ്തിയാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ദർശനമാണ് നാരായണ കവചത്തിൻ്റെത്. ആ നാരായണ കവചത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുമനസ്സുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളതും. ആ നാരായണ കവചത്തെ ഏകാഗ്രമായിട്ട് നോക്കാനായിട്ടാണ് ഇതിന്റെ വിഷയം തന്ന വേളയിലും സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഭാഗവതത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ശ്രീമദ് ഭാഗവതത്തിന്റെ ദശലക്ഷണങ്ങൾ എല്ലാവർക്കും ധാരണ ഉള്ളതാണ്. ആ ദശലക്ഷണ പ്രോക്തമായ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം കഴിഞ്ഞ് ഷഷ്ഠസ്കന്ധത്തിലേക്ക് വരുമ്പോൾ സാധനാമാർഗങ്ങളിലൂടെ ചരിക്കുന്ന ഒരു സാധകൻ എപ്രകാരത്തിലാണ് തൻ്റെ ജീവിതത്തിനെ വേണ്ടതുപോലെ ഉദ്ധരിക്കേണ്ടത് എന്ന ബോധം നമ്മളിലേക്ക് പ്രദാനം ചെയ്യുന്നതാണ് നാരായണ കവചത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ആ നാരായണ കവച മന്ത്രത്തിലേക്കും നാരായണ കവചത്തിന്റെ പദ്ധതിയിലേക്കും നമുക്ക് സാവധാനത്തിലൊന്ന് പ്രവേശിക്കാം. ഷഷ്ഠസ്കന്ധത്തില് നാരായണ കവച ഉപദേശം, അതിൻ്റെ സ്വരൂപസ്ഥിതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ കാണുക. നിഷേധാത്മകതയുടെ നിഷേധമാണ് ഭാഗവതം. കാരണം ഷഡ്ദർശനങ്ങളെ ഒന്നും തന്നെ ഭാഗവതം നിഷേധിക്കുന്നില്ല. ഭാഗവതത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. യാതൊന്നിനെയും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരം ഭാഗവതത്തിന് പരിചയമില്ല.
അത് സാഖ്യമാവട്ടെ, യോഗമാവട്ടെ, വൈശേഷികമാവട്ടെ, ന്യായമാവട്ടെ, ഏത് തലമാണെങ്കിലും ഭാഗവതത്തിന് സ്വീകാര്യമാണ്. സർവ സമന്വയ ഭാവം അല്ലെങ്കിൽ അനന്ത ചൈതന്യ പുരുഷോപാസന ഭാഗവതം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ ഈ ഷഷ്ഠസ്കന്ധത്തിൽ 7-ാം അധ്യായം തുടങ്ങിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കഥയിലേക്ക് തന്നെ ഡയറക്റ്റ് പോവുകയാണ്. കാരണം ഭാഗവതം എന്താണെന്നോ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ ആകെയുള്ള കുറച്ച് സമയം മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഉള്ളത് എന്നതുകൊണ്ടും വിഷയത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുകയാണ്. ദേവസഭാതലമാണ് രംഗം. ഈ ദേവസഭാതലത്തില് ദേവേന്ദ്രൻ ഉപവിഷ്ടനായിരിക്കുന്നു. ആ ദേവേന്ദ്രൻ ഉപവിഷ്ടനായിരിക്കുന്ന സമയത്ത് ദേവഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി അങ്ങോട്ട് കടന്നു വരികയാണ്. ആ ബൃഹസ്പതി കടന്നു വന്ന സമയത്ത് അഷ്ടൈശ്വര്യ സമൃദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ അഷ്ടൈശ്വര്യ സമ്പന്നനായ സാക്ഷാൽ ഇന്ദ്രൻ ബൃഹസ്പതിയെ കണ്ടിട്ട് ആദരിച്ചില്ല എന്ന് പറയുകയാണ്. ഇവിടം തൊട്ട് നമ്മൾ നാരായണ കവചത്തിന്റെ പഠനം തുടങ്ങുകയാണ്. ആരാണ് ബൃഹസ്പതി? യഥാർത്ഥത്തിൽ ഭാഗവതം ബൃഹസ്പതി എന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് ഒരു രൂഢി, സംസ്കൃത വ്യാകരണം പഠിച്ചിട്ടുള്ളവർക്കറിയാം. യഥാർത്ഥത്തിൽ വാചസ്പതി എന്ന ശബ്ദത്തെയാണ് ബൃഹസ്പതി എന്ന ശബ്ദത്തിന്റെ രൂഢി പ്രയോഗമായിട്ട് മാറ്റിയിട്ടുള്ളത്. കാരണം വാക്കുകളെ കൊണ്ട് വേണ്ടതുപോലെ സമൃദ്ധമായി പ്രയോഗം നടത്താൻ കഴിയുന്ന ആള് തന്നെയാണ് ബൃഹസ്പതി. ദേവഗുരുനാഥനാണ്. അപ്പൊ ആ ദേവഗുരുവിനെ ആദരിക്കുക എന്നുള്ളത് ദേവന്മാരുടെ കടമയും കർത്തവ്യവുമാണ്. പക്ഷെ ഇവിടെ ഇന്ദ്രൻ അത് സാധിച്ചില്ല എന്ന് പറയുകയാണ്. ദേവഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി വന്ന സമയത്ത് ഇന്ദ്രൻ ആദരിച്ചില്ല. ഇവിടം തൊട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഗുരുനാഥൻ ആരായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗുരു എന്താണ്, ആ ഗുരുവിനെ ആദരിക്കേണ്ടത് എന്താണ്? ഭാഗവതം ഇവിടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിന്റെ വളരെ മനോഹരമായ ഒരു വീക്ഷണം കൊളുത്തി വെക്കണം. ഇവിടെ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ ഭാഗവത പ്രഭാഷണാദികളും ഭാഗവത സംസ്കാരങ്ങളും ഒക്കെ പരിചയിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു പദ്ധതി ആർഷഭാരതത്തിലെ ശങ്കര ഭഗവത്പാദരാൽ വിരചിതമാക്കപ്പെട്ടു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള, കാരണം ശങ്കര ഭഗവത്പാദർക്ക് മുമ്പും ഭാരതത്തിലുള്ള സിദ്ധാന്തമാണ് അദ്വൈതം. മിക്കവാറും നമ്മൾ ഭാഗവതം ഉപനിഷത്തുകളും ഒക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശങ്കര ഭഗവത്പാദരുടെ അദ്വൈത സിദ്ധാന്ത പ്രകാരമാണ്. അദ്വൈത സിദ്ധാന്ത പ്രകാരം ഉള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്ത് വന്നതെങ്കിൽ ഇനി 1.5 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നത് ഭാരതം വളരെ സുദുർലഭമായി മാത്രം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാശ്മീരി ശൈവിസം, അതിന്റെ പരമാചാര്യനായ അഭിനവഗുപ്ത പാദാചാര്യരാൽ വിരചിതമാക്കപ്പെട്ടിട്ടുള്ള അതിപ്രൗഢമായൊരു വാദമുണ്ട്. ശങ്കര ഭഗവത്പാദര് തന്റെ അമൃത ദിഗ്വിജയം ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്താൽ അംഗീകരിക്കപ്പെട്ട, തനിക്ക് സമ്മതമാണെന്ന് 100% തീർത്തു പറഞ്ഞിട്ടുള്ള ഒരു വാദമാണ് പ്രത്യഭിജ്ഞാ പദ്ധതി. ശിവാദ്വൈതവാദം എന്നാണ് അതിന് പറയുക. അദ്വൈതവാദവും ശിവാദ്വൈതവാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് സാധാരണ പറയാറുള്ള ഉദാഹരണം തന്നെയാണ്. ഈ സാധനത്തിന് നമ്മൾ എന്താ പറയുക? എല്ലാവരും എന്നെ നോക്കി പേടിപ്പിക്കാൻ തോന്നുന്നു. അല്ലാതെ എല്ലാ കൊല്ലവും അങ്ങനെയാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് അങ്ങനെ നോക്കി പേടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ റിലാക്സ്ഡ് ആവുക. ഇതിനെന്താ പറയാ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. മോതിരം. ഈ മോതിരം എന്ന് പറയുന്ന ഈ സാധനത്തിനെ നമ്മൾ അദ്വൈത ദാർശനിക സിദ്ധാന്ത പ്രകാരം അവര് പറയുക ഇതിനെ സ്വർണം എന്ന് മാത്രമാണ്. കാരണം ഈ സാധനത്തിനെ നമുക്ക് ചെവിയിൽ ഇടാറായാൽ എന്തു പറയും?
എന്തും മിണ്ടാത്തത്? കമ്മൽ എന്നെ കണ്ടിട്ട് പേടിയാവുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു സംശയം. അല്ല, എനിക്ക് ഇടയ്ക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് പേടിയാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടല്ല, ആ സംശയം ന്യായമാണ്. അപ്പോ ഇതിനെ നമ്മൾ ചെവിയിലിട്ടാൽ എന്താ പറയാ? ഈ നാട്ടിലൊന്നും ഇല്ല ഇത്. കമ്മൽ എന്നാ പറയാം. അതിനെ കഴുത്തിലിടാറാക്കിയാൽ മാല എന്ന് പറയും. പക്ഷെ കമ്മലായിരിക്കുമ്പോഴും മാലയായിരിക്കുമ്പോഴും മോതിരമായിരിക്കുമ്പോഴും അതിന്റെ അടിസ്ഥാന ഘടകം എന്ത് തന്നെയാണ്? സ്വർണം തന്നെയാണ്. അപ്പോ അദ്വൈതവാദ പ്രകാരം ഈ വസ്തുബോധത്തിനെ നിരാകരിച്ചുകൊണ്ട് അതിന്റെ വ്യാവഹാരിക തലത്തെ ഉപയുക്തമാക്കാതെ പാരമാർത്ഥിക തലത്തെ, അതായത് റിലേറ്റീവ് ട്രൂത്ത് ഇല്ല, അബ്സല്യൂട്ടായ ട്രൂത്താണ്. ഋതംഭരാ പ്രജ്ഞ എന്നാണ് അതിന്റെ പറയുക. ഋതം എന്നുള്ള വാക്ക് സത്യം എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഋതം വദിഷ്യാമി, സത്യം വദിഷ്യാമി എന്ന് ഉപനിഷത്തുകൾ പറയും. അപ്പൊ അങ്ങനെയാണെച്ചാൽ ഒന്ന് പ്രയോഗിച്ചാൽ പോരെ. ഋതം എന്ന് പറഞ്ഞാൽ സത്യം, സത്യം എന്ന് പറഞ്ഞാൽ സത്യം. അപ്പൊ എന്താ ചെറിയ വ്യത്യാസമുണ്ട്? ഋതം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ സത്യമാണ്. അപ്പോ ഈ വസ്തുബോധം ആപേക്ഷികമാണ്. അതേസമയം ഇതിന്റെ ബേസ് യൂണിറ്റ് ആയിട്ടുള്ള സ്വർണം എന്ന് പറയുന്ന അവബോധം പാരമാർത്ഥികമാണ്. ഇതുപോലെ കുറച്ചും കൂടെ എളുപ്പമുള്ള ഉദാഹരണം, അരിയും ഉഴുന്നും കൂടെ അരച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാക്കാം? ഇഡ്ഡലി ഉണ്ടാക്കാം. ഇപ്പൊ സന്തോഷമായി എല്ലാവർക്കും. പിന്നെന്തുണ്ടാക്കാം? ദോശ ഉണ്ടാക്കാം. കഴിഞ്ഞോ? വെറുതെ അല്ല നാട്ടിലെ ഡൈവേഴ്സ് നടക്കണത്. അത് നെയ്യും കൂടെ ചേർത്ത് ശരിയാക്കിയാൽ എന്തായി? നെയ് റോസ്റ്റായി അല്ലെ? നടുവില് മസാല വെച്ചാൽ എന്തായി? മസാല ദോശയായി. ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായി? അല്ലെ? ഒനിയൻ ഊത്തപ്പൊക്കെ ആയി. നിങ്ങളെക്കാളും ഭേദം ഞാൻ തന്നെയാണ്. അപ്പോ യഥാർത്ഥത്തില് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോ അതിന്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ്? അരിയും ഉഴുന്നും തന്നെയാണ്. അപ്പോ ശങ്കര ഭഗവത് പാദരുടെ അദ്വൈത സിദ്ധാന്ത പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോ സ്വർണബുദ്ധി എന്ന് പറയുന്നതിനെ അടിസ്ഥാനപരമായിട്ട് എടുക്കുകയും അതിലുണ്ടാകുന്ന പ്രാതിഭാസികമായ സത്തകളെ യഥാർത്ഥത്തില് അസ്തിത്വമില്ലാതെ, അതുകൊണ്ടാണ് ശങ്കര ഭഗവത് പാദർ ഉറപ്പിച്ചു പറയാ ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അപ്പൊ ഇവിടെ ശാക്താദ്വൈതം അല്ലെങ്കിൽ ശിവാദ്വൈതം എന്ന് പറയുന്ന അഭിനവഗുപ്ത പാദാചാര്യരും മറ്റും പരിപോഷിപ്പിച്ചെടുത്ത ശങ്കര ഭഗവത് പാദര് ദിഗ്വിജയം ചെയ്യുന്ന സമയത്ത് കാശ്മീരി ശൈവിസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഇന്നത്തെ ഈ വാദത്തിന്റെ തന്റെ അംഗീകാരം എന്ന നിലയിലാണ് സൗന്ദര്യലഹരി തുടങ്ങിയ സ്തോത്രങ്ങൾ രചിക്കുക. അപ്പൊ ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സൗന്ദര്യലഹരി ആചാര്യപാദ സ്വാമികള് രചിച്ചതാണോ? ആ ശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം ഏതുപോലെയെന്ന് ചോദിച്ചാൽ പ്രൊഫസർ ആർ വാസുദേവൻ പോറ്റി സാറ് ബാലപ്രബോധിനി എഴുതിയത് എന്തിനാന്നുള്ള ചോദ്യം പോലെയാണ്. കാരണം അദ്ദേഹം വേദാന്തിയാണ്, പക്ഷെ അദ്ദേഹം ബാലപ്രബോധിനി രചിച്ചിട്ടുള്ളത് അത് കുറച്ചൊന്ന് സരളമാക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പൊ ഭൂമാനന്ദ സ്വാമിജി പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും കേട്ടാൽ വളരെ ലളിതമാണ്. അദ്ദേഹത്തിനാ ഈ ലളിതമായ പുസ്തകങ്ങൾ എഴുതുന്നതെന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല. കാരണം അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ട്. കാണാത്ത ഒരാളാണ് എഴുതിയിരുന്നതെങ്കിൽ നമ്മൾ ചോദിക്കും ഇതെന്തിനാ ഇത്രയും സരളമാക്കുന്നത്? മനുഷ്യന്റെ സ്വഭാവമാണ്. അപ്പോ ശിവാദ്വൈത വാദപ്രകാരം എങ്ങനെയാ ഈ മോതിരത്തിനെ കാണുന്നത്? മോതിരത്തിന്റെ അസ്തിത്വത്തെ നിരാകരിക്കുന്നില്ല. പ്രപഞ്ചത്തെ വെറും ഒരു മിഥ്യയായി തള്ളിക്കളയാൻ ശിവാദ്വൈതവാദം തയ്യാറല്ല. പക്ഷെ അതിനോട് അറ്റാച്ച്ഡ് അല്ല. ഈ മോതിരം എന്ന് പറയുന്ന സത്തയെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സ്വർണമാണെന്ന അവബോധത്തോടുകൂടി അത് ഉപയോഗിക്കുകയും അതിനോട് അറ്റാച്ച്ഡ് അല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വഴിയാണ്. കുറച്ച് പ്രയാസമാണത്. ഇതുപോലെ ചോദിച്ചാൽ പട്ടുമെത്തെ കിടക്കുന്നതും
ചാക്കില് കിടക്കുന്നതും ഒരുപോലെയാണെങ്കിൽ പിന്നെ പട്ടുമത്തെ കിടന്നാൽ എന്താ എന്ന് ചോദിക്കുന്ന പോലെയാണ്. കാരണം അവിടെ വസ്തുബോധത്തിനോ നിരാകരണത്തിനോ ഒന്നും സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഒരു പ്രകടമായ വ്യത്യാസം, ശിവാദ്വൈതവാദവും അദ്വൈതവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. അദ്വൈതവാദികള് മായയെ ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് കാണുമ്പോൾ മായ ഈശ്വരാംശം തന്നെയാണെന്നാണ് ശിവാദ്വൈതവാദത്തിന്റെ വെപ്പ്. പരമപൂജനീയ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങള് ശിവാദ്വൈതവാദമാണ് ഫോളോ ചെയ്തത്. അതുകൊണ്ടാണ് ഗുരുദേവ തൃപ്പാദങ്ങളുടെ കൃതിയിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും ഈശ്വരനും മായയും ഒന്നു തന്നെയാണ് എന്ന് ശിവാദ്വൈതവാദത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോ ആ നിഷേധങ്ങളില്ലാത്ത, യാതൊന്നിനെയും അവിടെ നിഷേധിക്കാത്ത, കാരണം എല്ലാറ്റിനെയും ഈശ്വരന്റെ സദംശമായി മാത്രം കാണുന്ന, എല്ലാ ഉപാസനകളുടെയും എല്ലാ സാധനകളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഏകതാനതാബോധമാണ്, കൈവല്യമാണ് എന്ന ചിന്താധാരയിലൂടെ മായയെ പോലും ഈശ്വരന്റെ അനിർവചനീയമായ ശക്തിവിശേഷം തന്നെയാണെന്ന് സിദ്ധാന്തിക്കുകയാണ് ശാക്താദ്വൈതത്തില്, ശിവാദ്വൈതത്തില്. ഈ സബ്ജക്റ്റ് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു മന്ത്രഭാഗമാണ്. ഭാഗവതം യഥാർത്ഥത്തില് വേദാന്ത തത്വം തന്നെയാണ്. പക്ഷെ അതിനകത്ത് കടന്നു വന്നിരിക്കുന്ന അതിരഹസ്യമായൊരു മന്ത്രഭാഗമാണ് നാരായണ കവചം. വളരെയധികം നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണിത്. കാരണം ഒരു സാധന ചെയ്യുമ്പോൾ എങ്ങനെയാവണം നമ്മുടെ ജീവിതം എന്ന് നാരായണ കവചത്തിന്റെ മനോഹരമായ പിക്ടോറിയൽ ഡെമോൺസ്ട്രേഷൻ നമ്മളെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ ഇന്ന് ഈ 1.5 മണിക്കൂർ ഫോളോ ചെയ്യുന്നത് ശിവാദ്വൈതവാദം, അദ്വൈതവുമായിട്ട് യാതൊരു തരത്തിലും വ്യത്യാസമില്ല. പക്ഷെ നമുക്ക് ഈ വിഷയത്തെ അതുമായിട്ടൊന്ന് ഘടിപ്പിച്ച് ഇങ്ങനെയും ഒരു ചിന്താധാര ഭാരതത്തിലുണ്ട് എന്ന് നമ്മളൊന്ന് മനനം ചെയ്യണം. അപ്പൊ നോക്കുക, ഒരു ഗുരുനാഥനെ അപമാനിച്ചു ദേവേന്ദ്രൻ എന്നാണ് പറയുന്നത്. ആരായിരിക്കണം ഗുരുനാഥൻ? ഒരു ഉപാസന ചെയ്യുമ്പോൾ അത് നമുക്ക് ഈ കഥയൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ സമാധി തലത്തിലെ ഭാഷയിലേക്ക് വന്നിട്ട് പരിശോധിക്കാം. അതാണല്ലോ നമ്മുടെ സത്രത്തിന്റെ ലക്ഷ്യം. അപ്പൊ കഥ എല്ലാവർക്കും അറിയാം. എന്താ ചെയ്തത്? ഈ ബൃഹസ്പതിയെ അപമാനിച്ചു എന്ന് ബൃഹസ്പതിക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഈ കഥയുടെ മർമ്മം. ബൃഹസ്പതിക്ക് മനസ്സിലായി അഷ്ടൈശ്വര്യ സിദ്ധികൾ ഉണ്ടാകുന്ന സമയത്ത് പെടുന്ന മായയാൽ ഏതൊരുവനും ഉണ്ടാകുന്ന ആശയ ഭിന്നതകള് ലോകോപകാരാർത്ഥമായി നാളെ ഭവിക്കും എന്ന് മാത്രം കരുതിയ ബൃഹസ്പതി, അദ്ദേഹത്തിന് വിരോധമൊന്നുമില്ല. ദേവേന്ദ്രൻ തന്നെ അപമാനിച്ചു എന്ന കാര്യത്തില് യാതൊരു തരത്തിലുള്ള വിഷമമോ സ്പർദ്ധയോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഒരു ഗുരുനാഥൻ അങ്ങനെ ഉണ്ടാവുകയില്ല. താൻ ആദരിക്കപ്പെടേണ്ടതാണ് എന്ന ചിന്തയുള്ളയാള് ഗുരുവും അല്ല. കാരണം അദ്ദേഹം ആ ഗുണങ്ങളെ അതിക്രമിച്ചിട്ടുള്ള ആള് കൂടിയാണ്. അവർക്ക് മാനാപമാനങ്ങളൊന്നും അവിടെ പ്രത്യക്ഷമല്ല, വിഷയമല്ല അവരെ സംബന്ധിച്ച്. അപ്പൊ ബൃഹസ്പതി മനസ്സിൽ കരുതുകയും ചെയ്തു, കാലാന്തരത്തിൽ ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാം. ഭാഗവതത്തിന്റെ അടിസ്ഥാനമായൊരു ചിന്തയാണ് ശാപങ്ങളൊന്നും യഥാർത്ഥത്തില് മോശമല്ല. ശാപമോ അനുഗ്രഹമോ അല്ല പ്രശ്നം. നമ്മളുടെ ജീവിതത്തെ എപ്രകാരത്തിൽ വീക്ഷിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. നോക്കുക, അങ്ങനെ ഈ ബൃഹസ്പതി എന്ന ദേവഗുരുനാഥൻ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കാണാനായിട്ട് ഗുരുത്വം നഷ്ടപ്പെട്ടു പോയ ഇന്ദ്രന് സാധിക്കുന്നില്ല. അപ്പൊ ഗൗരവം നഷ്ടപ്പെടുന്നതോടുകൂടി ഗുരുവിനെ നമുക്ക് കാണാൻ പറ്റാതെ വരും എന്നർത്ഥം. എപ്പോഴാണോ നമ്മളുടെ ഗൗരവം നഷ്ടപ്പെടുന്നത്, അപ്പോ ആ ഗുരുത്വം നമ്മളിൽ നിന്ന് നഷ്ടമാവും. ഏതായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോ ദേവേന്ദ്രന് തന്നെ മനസ്സിലായി താൻ ചെയ്തത് അബദ്ധമായി എന്ന്. തിരയാൻ തുടങ്ങി, എവിടെയാണ് ബൃഹസ്പതി? അപ്പോ കാണാനില്ലാണ്ടായി. വിഷണ്ണരായി, ഖിന്നരായി
മനസ്സ് അപകടപ്പെട്ടാൽ പിന്നെ പരാജയം വരാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്നാണ് അസുരന്മാര് ദേവന്മാരെ ആക്രമിക്കുകയും ദേവന്മാര് നിഷ്കാസിതരാവുകയും ചെയ്തു. ഇനി എന്താണ് ഇവര് ചെയ്തത്? ഞാൻ ആ കഥയൊന്ന് ആദ്യം ഒന്ന് ആ കോണ്ടെക്സ്റ്റ് ഒന്ന് അതിന്റെ ക്രക്സ്, അതിന്റെ എസൻസ് മാത്രം ഒന്ന് പറയുകയാണ്. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് പോവാം, ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട്. അപ്പൊ ഈ ദേവന്മാര് നിഷ്കാസിതരായി അസുരന്മാരുടെ ആക്രമണത്തില്. അപ്പൊ ദേവന്മാര് ചിന്തിച്ചു, ഇനി എന്താ വഴി? അവര് ബ്രഹ്മാവിന്റെ ഉപദേശം തേടി. ആ ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഇനി വേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങള് ഗുരു നിന്ദ ചെയ്ത സ്ഥിതിക്ക് ഇനി ഗുരുവിനെ വരിക്കണം. അങ്ങനെ ഗുരുവിനെ വരിക്കാനായിട്ട് ഇവര് പോവുകയാണ്. എല്ലാവർക്കും കഥ ധാരണയുള്ളവർക്കറിയാം, തുഷ്ട്വാവിന്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപനെ അവര് വളരെയധികം പരസ്പരം പരിശോധിച്ചും സംവാദങ്ങൾ നടത്തിയും ശേഷം വിശ്വരൂപനെ ഗുരുവായിട്ട് വരിച്ചു. അങ്ങനെ വിശ്വരൂപനെ ഗുരുവായിട്ട് വരിച്ചു. ആ വിശ്വരൂപൻ അജയ്യതയെ പ്രദാനം ചെയ്യാനായിട്ട് നാരായണ കവച മന്ത്രം ഇവർക്ക് ഉപദേശിക്കുന്നു. നാരായണ കവചത്താൽ പ്രൗഢസ്വരൂപന്മാരായിട്ട് ദേവന്മാര് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവര് റീകളക്ട് ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, വിശ്വരൂപൻ ഭേദബുദ്ധി ഇല്ലാത്ത ആളാണ്. അദ്ദേഹം ആഹൂതി ചെയ്യുന്ന സമയത്ത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഏതൊരു ഹവനവും ഏതൊരു സംസ്കാരവും. ജഗത് യജ്ഞേന തൃപ്യതു എന്നാണ്. എന്തിനാ ഈ സത്രം നടത്തണമെന്നുണ്ടെങ്കിൽ ലോക നന്മയ്ക്ക് എന്നാണ് ഉത്തരം. എന്തിനാണ് ബ്രാഹ്മണന്റെ സന്ധ്യാവന്ദനം? ലോക നന്മയ്ക്ക് എന്നാണ് ഉത്തരം. അപ്പോ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ആഹൂതി ചെയ്യുന്ന സമയത്ത് അസുരന്മാർക്കു കൂടി ആഹൂതി ചെയ്തു എന്ന പേര് പറഞ്ഞ് ദേവേന്ദ്രാദികള് ത്രിതൻ എന്ന മുനിയെ കൊണ്ട്, ഡയറക്റ്റ് ആയിട്ടല്ല, ത്രിതൻ എന്ന മുനിയെ കൊണ്ട് ഈ വിശ്വരൂപൻ എന്ന ഗുരുനാഥനെ വധിച്ചു. വിശ്വരൂപൻ എന്ന ഗുരുനാഥനെ വധിക്കുകയും ബ്രഹ്മഹത്യാപാപം ഈ ദേവേന്ദ്രനില് ആവേശിക്കുകയും ചെയ്തു. ഇനി അതിനെന്താ വഴി എന്ന് ആലോചിച്ചു. അപ്പൊ ആ ആലോചനയുടെ ഇടയിൽ തന്നെയാണ് വിശ്വരൂപന്റെ അച്ഛനായ അല്ലെങ്കിൽ പിതൃ സ്വരൂപനായ തുഷ്ട്വാവ് ക്രുദ്ധനാവുകയും ഇന്ദ്രനെ ഹനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു യാഗം നടത്തുകയും അതില് ഉപയോഗിച്ച മന്ത്രം പിഴയ്ക്കുകയും ഇന്ദ്രൻ ശത്രുവായി ഭവിച്ചു. ആർക്ക്? അതിൽ നിന്ന് ഉൽപ്പന്നനായ വൃത്രനെ അസുരൻ എന്ന് പറയാനായിട്ട് നാവ് അങ്ങോട്ട് വഴങ്ങണില്ല. ആ വൃത്ര ചതുശ്ലോകി വായിച്ചാൽ നമുക്ക് വൃത്ര എന്ന് പറഞ്ഞിട്ട് അസുരൻ എന്ന് പറയുന്ന ഒരു മടിയാ. കാരണം അത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഏതായാലും ആ വൃത്രൻ ജനിക്കുകയും ഇന്ദ്രന്റെ മുൻപില് അദ്ദേഹം ഗംഭീരമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കഥയുടെ രസകരമായൊരു ചിത്രം എവിടെയാണെന്ന് വെച്ചാൽ, ഏതൊരു വിശ്വരൂപന്, ഏതൊരു തുഷ്ടാവിന് നാരായണ കവച മന്ത്രം എന്ന മഹാ കോണ്ടെക്സ്റ്റ്, ആ മന്ത്രം ഉപദേശിച്ചിട്ടുള്ള ദധ്യം ആധർവണൻ എന്ന മുനിയെ ഇതിനിടയില് ദേവേന്ദ്രാദികള് അദ്ദേഹത്തിന്റെ എല്ലുകൾ ഉപയോഗിച്ച് വജ്രായുധം നിർമ്മിക്കുകയും ആ വജ്രായുധം ഉപയോഗിച്ച് വൃത്രനെ ഹനിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിടുകയും ചെയ്യണം. അങ്ങനെ ആ ദധ്യങ്ങാധർവണനെ, അദ്ദേഹത്തിന്റെ എല്ലുകൾ ഊരി വാങ്ങിയുണ്ടാക്കിയ വജ്രായുധം ഉപയോഗിച്ച് വൃത്രനെ ഒരു തരത്തില് ഹരിച്ചു, വൃത്രന്റെ ഇച്ഛപ്രകാരം. പക്ഷേ വൃത്രനെ ഹനിച്ചതോടുകൂടി ബ്രഹ്മഹത്യാപാപം വീണ്ടും ദേവേന്ദ്രന് വന്നു ചേർന്നു. ഇനി അത് മാറ്റാൻ എന്താ വഴിയെന്നായി ആലോചന. അവസാനം മനസ്സിലായി, ഇത് മാറ്റാൻ നേരത്തെ ഇതൊക്കെ കുറച്ചൊക്കെ പകുത്തൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഇനി നിവൃത്തിയില്ല. ശ്രീഹരിയെയും രുദ്രനെയും ലക്ഷ്മിയെയും സ്മരിച്ചു.
അവരാൽ അവരുടെ അനുഗ്രഹം കൊണ്ട് ദേവേന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപം മാറി. തീർന്നില്ല. അശ്വമേധം നടത്തുന്ന വേളയില് ഈ ബ്രഹ്മഹത്യ അധികരിച്ചു എന്ന് ഭാഗവതം പറയുന്നു. അവസാനം ഹരിയുടെ കൃപ കൊണ്ട് ദേവേന്ദ്രൻ മുക്തനായി എന്ന് പറഞ്ഞ് ഈ കഥയുടെ സ്ട്രക്ചർ തീരുകയാണ്. ഇത് കേട്ടിട്ട് എങ്ങനെയുണ്ട് കഥ? അല്ലേ? നല്ല രസമുള്ള കഥയാണ്. നമുക്ക് അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. മന്ത്രോപാസനയുടെ രഹസ്യമാണ് ഈ കഥ. ഇനി നമുക്ക് തുടങ്ങാം. ഇതാണ് ഇതിന്റെ ഔട്ട്ലൈൻ. ഇതാണ് ഇതിന്റെ ഒരു പിക്ടോറിയൽ ഡെമോൺസ്ട്രേഷൻ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നാരായണ കവചത്തിലേക്ക് നമുക്ക് പോവാം. നാരായണ കവചം ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് ഭിന്നരായി വിശ്വരൂപനെ ഗുരുവായി വരിച്ചിട്ട് ദേവന്മാർക്ക് ലഭിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ആലോചിക്കേണ്ടത് ഭാഗവതം എന്തിനു വേണ്ടി ഒരു കവചം പറഞ്ഞു എന്നുള്ളതാണ്. പഞ്ചാംഗോപാസന എന്ന് പറഞ്ഞിട്ട് തന്ത്രശാസ്ത്രത്തിലും ഒരു ഉപാസന രഹസ്യമുണ്ട്. അതിനു മുമ്പ് ഒരു വാക്ക് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യണം. എന്താണ് തന്ത്രശാസ്ത്രം? തന്ത്രം എന്ന് കേൾക്കുമ്പോ പലർക്കും ഒരു അസ്കിതയാ. കാരണം എന്താ വെച്ചാൽ മോക്ഷമാർഗമെല്ലാം വേദാന്തികളുടെ കുത്തക. തന്ത്രം എന്ന് പറയുന്നത് മെറ്റീരിയൽ ബെനിഫിറ്റിനുള്ളതാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, തന്ത്രം എന്ന് പറയുന്നത് മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയുള്ളതല്ല. തന്ത്രം മോക്ഷമാർഗം തന്നെയാണ്. കാരണം തന്ത്രശാസ്ത്രത്തില് തന്ത്രത്തിന്റെ നിർവചനം എഴുതി വെക്കണത് നല്ലതാണ്. തന്യതേ വിസ്താര്യതേ ജ്ഞാനം അനേന ഇതി തന്ത്ര. ഒരു വാചകം സംസ്കൃതത്തിൽ എഴുതിയെന്ന് വെച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, കിട്ടാനുണ്ട് താനും. അപ്പൊ ഒന്നുകൂടെ പറയാം. തന്യതേ വിസ്താര്യതേ, എഴുതിയോ? ജ്ഞാനം അനേന ഇതി തന്ത്ര. അപ്പൊ തനുവിനെ വിസ്തരിപ്പിക്കലാണ് തന്ത്രം. തനു എന്ന് പറഞ്ഞാൽ ശരീരം. സൂക്ഷ്മ സ്ഥൂല കാരണ ലിംഗ ശരീരം. കാപിലത്തില് അങ്ങനെയും കൂടെ പറയുന്നുണ്ട് കപില മഹർഷി. ഈ സൂക്ഷ്മ സ്ഥൂല ശരീരാദികളെ വിസ്തരിപ്പിക്കലാണ് ഈ ശാസ്ത്രത്തിന്റെ രഹസ്യം. അത്യന്തം ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇവിടെ പരിശോധിക്കാൻ. കാരണം പൊതുവെ ഒരു തെറ്റിദ്ധാരണയുള്ളത് കർമ്മമാർഗങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഉപോത്ബലകമായി നമ്മൾ പറയുന്നത് ആചാര്യപാദരാൽ വിരചിതമായ ശങ്കരഭാഷ്യം. പക്ഷേ അവിടെ ഒരു തിരുത്ത് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് വേണ്ടത് ആചാര്യപാദ സ്വാമികള് പറയുന്ന മാർഗം, അതായത് പൂർവമീമാംസയുടെയും ഉത്തരമീമാംസയുടെയും പഠനവേളകളില് ശങ്കര ഭഗവത് പാദര് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന കർമ്മങ്ങളുടെ നിരാകരണം എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിലെ ഉപാസനയല്ല. ശാണ്ഡില്യാദി 32 വിദ്യകളാണ് ശങ്കരഭാഷ്യം വായിച്ചാൽ മനസ്സിലാവും. അതും കർമ്മ ഭാവം എന്ന് നമ്മൾ ഇപ്പൊ പറയുന്ന തന്ത്രശാസ്ത്രവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. തന്ത്രം സ്വതന്ത്രമായൊരു വഴി തന്നെയാണ്. കാരണം തന്ത്രശാസ്ത്രത്തില് വൈഷ്ണവ തന്ത്രങ്ങളില് വളരെ പ്രാധാന്യമുള്ളത് 3 വിഭാഗങ്ങളാണ്. തന്ത്രശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഭാരതീയ തന്ത്രശാസ്ത്രത്തെ 4ആയിട്ട് തരംതിരിക്കും. ഒന്ന് അശ്വക്രാന്ത, രണ്ടാമത്തേത് രാധാക്രാന്ത, മൂന്നാമത്തേത് വിഷ്ണുക്രാന്ത, നാലാമത്തേത് ഗജാക്രാന്ത. ഇങ്ങനെ 4ആയിട്ടാണ് ഭാരതത്തില് ഈ ഉപാസനാ മാർഗങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ വിഷ്ണു ക്രാന്ത എന്നൊക്കെ കേൾക്കുമ്പോ എന്താ അർത്ഥം തോന്നും? വിഷ്ണു എന്ന് പറഞ്ഞാൽ അവിടെ കപ്പൽ എന്നാണ് അർത്ഥം. കടൽയാനം. കാശ്മീര ദേശം തൊട്ട് ഡെക്കാൻ വരെ വ്യാപാരം ചെയ്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന തന്ത്രശാസ്ത്ര മണ്ഡലങ്ങളെല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കപ്പലിന്റെ ആകൃതിയാ വരും. അതുകൊണ്ടാണ് ആ ഭാഗത്തെ ഉപാസനയ്ക്ക് നമ്മൾ വിഷ്ണു ക്രാന്ത എന്ന ഗൂഢമായ അർത്ഥം കൊടുക്കുക. രാധ എന്ന വാക്കിന് അവിടെ പേര് എന്നാണ് അർത്ഥം. അപ്പൊ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുമ്പോ കിട്ടുന്ന കൃത്യമായ ചിത്രങ്ങളെ ഗൂഢമായ ഭാഷകളാക്കി മാറ്റിയിട്ട്
ഭാരതത്തിലെ തന്ത്രശാസ്ത്രത്തെ നിബന്ധിച്ചിരിക്കുകയാണ് പണ്ഡിതന്മാര്. അപ്പോ ആ തന്ത്രശാസ്ത്രത്തില് തന്നെ ശൈവം എന്ന് പറയുന്നത് അപ്പൊ അതിപ്രാചീനമായ സമ്പ്രദായമാണ്. ശൈവം എന്ന് പറയുന്നതിന് 3 ഉൾപ്പിരിവുകളുണ്ട്. ഒന്ന് ലഘുലീശ പാശുപതം, ലഘുലീശ പാശുപതം. രണ്ടാമത്തേത് ശൈവ സിദ്ധാന്തം. മൂന്നാമത്തേത് പ്രത്യഭിജ്ഞാ പദ്ധതി. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അഭിനവഗുപ്ത പാദാചാര്യരുടെ പ്രത്യഭിജ്ഞാ പദ്ധതി എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ്. ആ ശൈവത്തിൽ നിന്നാണ് പിൽക്കാലത്ത് ശാക്തേയമായ ഉപാസനാ സമ്പ്രദായങ്ങൾ രൂപം കൊള്ളുന്നത്. ശാക്തേയ സമ്പ്രദായങ്ങൾക്ക് ഒരുപാട് ഉൾപ്പിരിവുകളുണ്ട്. അനേകം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കൗളവും, കാശ്മീര ദേശത്ത് ഇന്നും അതിഗംഭീരമായിട്ട് ഉപാസനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ത്രികക്രമ കൗളമാർഗവും, കൗളവും സമയാചാരവും കൂടെ മിശ്രമായിട്ടുള്ള മിശ്രാചാരവും ഒക്കെ 13 വിഭാഗങ്ങളിലാണ് കൗളം എന്ന് പറയുന്ന ബാഹ്യ ആരാധന ഭാരതത്തിൽ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിസങ്കീർണങ്ങളാണ് അതിന്റെ വഴികൾ, അത്രയും വളരെ സങ്കീർണങ്ങളാണ്. ഈ വഴിയിലൊക്കെ പോയവരെയും നമുക്ക് പരിചയപ്പെടാം. അപ്പോ ഈ ശാസ്ത്രത്തില് വിജ്ഞാന ഭൈരവ തന്ത്രം പറയുന്നു, ഒരു ഗുരു ആരായിരിക്കണം, ഒരു മന്ത്രം എപ്രകാരത്തിലാണ് ജപിക്കേണ്ടത്. വളരെ മനോഹരമായിട്ടാണ് ഭാഗവതം ഈ ഭാഗത്തെ പക്വമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ് ഒരു മന്ത്രം ജപിക്കേണ്ടത്? പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ മൃത്യുഞ്ജയ മന്ത്രം ഒരുപാട് കാലമായിട്ട് ജപിക്കുന്നുണ്ട്. നമ്മൾ ഇനി പറയാൻ പോണത് സഹസ്രനാമം ജപിക്കുന്നതല്ല, ഭാഗവതം വായിക്കുന്നതല്ല, ഒരു മന്ത്രം എപ്രകാരത്തിലാണ് ജപിക്കേണ്ടത്. ഭാഗവതം ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. മന്ത്രം ജപിക്കാൻ പറയുന്ന നാരായണ കവച മന്ത്രം എന്ന് തന്നെയാണ് പറയണത്. അതിന്റെ ന്യാസാദികൾ അക്ഷരക്രമത്തിലെ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ തോറ്റുപോകുന്ന പ്രകാരത്തിലാണ് ഭാഗവതം വിവക്ഷിക്കുന്നത്. ഈ ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണടച്ച ഒരൊറ്റ പോകാം. കാരണം ഭാഗവതം മന്ത്രശാസ്ത്രത്തിന് വിരുദ്ധമാണെന്ന നമ്മുടെ ധാരണ. കണ്ണടക്കണ്ട, കണ്ണ് തുറന്ന് തന്നെ ആ ശാസ്ത്രത്തെ വീക്ഷിക്കണം. എങ്ങനെയാണ് ഒരു മന്ത്രം ഉപാസിക്കേണ്ടത്? സാധാരണ ജീവിതം നയിക്കുന്ന, സാധാരണ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നയിച്ചു പോകുന്ന ജീവിതം. നമ്മുടെയൊക്കെ ഒരു ധാരണ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഈശ്വര പ്രേമികൾ തന്നെയാണ്. ആ ധാരണ നമ്മളിലുണ്ടെങ്കിൽ, ഭഗവാനോട് ഉന്മത്തമായ പ്രേമം നമുക്കുണ്ടെങ്കിൽ ധാരാളം മതി സഹസ്രനാമാദികള്. യഥാർത്ഥത്തിൽ ഇവിടെ നാരായണ കവചം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഒരു നാരായണ കവചം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിലധികം ഇനിയിപ്പോ നാരായണ കവചത്തിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും, കാരണം ഇത്രയധികം സഹസ്രനാമങ്ങൾ ഒരേ കണ്ഠത്തിൽ നിന്ന് വന്നതോടുകൂടി ഇവിടെ നാരായണ കവചം അതിന്റെ പൂർണ്ണ രൂപത്തിൽ ആവിർഭവിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ മന്ത്രശാസ്ത്രത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ മന്ത്രത്തിന്റെ കൃത്യമായ സ്വരൂപത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തലയ്ക്കു തീ പിടിച്ചവനെ പോലെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി കൊതിക്കുന്നവന് വേണ്ടിയിട്ടുള്ളതാണ് നാരായണ കവചം. അല്ലാതെ മന്ത്രങ്ങളൊന്നും സ്വാർത്ഥ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതല്ല. പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത് നാരായണ കവച മന്ത്രം അങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറും. പ്രതിസന്ധികളും തടസ്സങ്ങളും മാറാനുള്ളതല്ല ഇന്ത്യൻ സ്പിരിച്വാലിറ്റി. പ്രതിസന്ധികളും തടസ്സങ്ങളും ഇല്ലാത്ത ജീവിതം പരമ ബോറാണ്. ഭഗവത് പാതാരവിന്ദങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം ഒരു പിടി പനിനീർപ്പൂക്കളായി അർച്ചിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ടതാണ് ഈ ശാസ്ത്രത്തിലേക്കുള്ള വരവ്. കാരണം ഇത് ക്ഷുരസ്യധാരയാണ്. അസിധാര പോലെ, തൈലധാര പോലെ എന്റെ ജീവിതം ഈശ്വരാനുഗ്രഹം കൊണ്ട് നിറഞ്ഞ് കവിയണം. അത് ഇടയ്ക്കിടയ്ക്ക് കത്തണതല്ല. സദാ ഈശ്വരന്റെ അനുഗ്രഹം എനിക്കുണ്ടാവണം. എന്താ അതിനിപ്പത്ര സംശയം? ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന വേളയിൽ പോലും എനിക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. എന്താ പറയാൻ അധൈര്യം? അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഏത് പ്രതിസന്ധി വേണമെങ്കിലും വരട്ടെ, എന്റെ കൂടെ എന്റെ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാ പോരാ, ഉണ്ടാവണം, പ്രത്യക്ഷാനുഭവം ഉണ്ടാവണം. ഇത്രയും കാലം നമ്മൾ ചെയ്ത ഉപാസനകളും സാധനകളും വെച്ച് നോക്കുക. വിജ്ഞാന ഭൈരവ തന്ത്രം പറയുന്നു,
സ്വപ്നത്തിലെങ്കിലും ഒരു പ്രാവശ്യം താൻ ഉപാസിക്കുന്ന ദേവതയെ കണ്ടില്ലാച്ചാൽ തന്റെ ഉപാസന വ്യർത്ഥമാണ്. ജാഗ്രതയിൽ കാണുന്നത് പോട്ടെ, സ്വപ്നത്തിലെങ്കിലും താൻ ആ ദേവതയെ കാണണമെന്നാണ്. എന്തുകൊണ്ടത് അത്രയും അലേർട്ടായിരിക്കണം? അലേർട്ടായവർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഉടനെ നമ്മൾ പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ അല്ലേ? പലരുടെ മുഖത്തൊരു ചിരി കാണാനുണ്ട്. കാരണം എന്താ, ഈ നാരായണ കവചം തന്ത്രശാസ്ത്രവും മന്ത്രശാസ്ത്രവും ഒക്കെ പറഞ്ഞു കഴിയുമ്പം നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പതൊക്കെ ഉണ്ണാൻ പോകുമ്പോ പറയും, ഓ ഇതൊക്കെ സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ നമ്മളൊക്കെ ജാനകിയടത്തിയെ സാധാരണക്കാരല്ലേ? അല്ല, നമ്മുടെ തമ്പ് ഇംപ്രഷൻ പോലും വ്യത്യസ്തമാണ്. ഈശ്വരൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എത്രയോ എത്രയോ സ്വപ്ന സാക്ഷാത്കാര തുല്യമായിട്ടാണ്. കാരണം ഈ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ള കഴിവുകൾ അനാദൃശ്യങ്ങളാണ്, അനന്യവും അന്യൂനവുമാണ്. അതാദ്യം തിരിച്ചറിയണം. അതില്ലാത്തതാണ് ഇന്ന് ഹിന്ദുവിന്റെ പതനം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താ, നമ്മളൊക്കെ കൂടെ കൂട്ടിയാ കൂടുമെന്നാ. കൂട്ടിയാ കൂടും, കൂടണം. സാധാരണക്കാർക്ക് ഇത് പറ്റില്ല എന്ന് എന്താ അപ്പൊ അങ്ങനെ പറയാൻ കാര്യം? ബോംബെയില് വെറും ചോപ്റ്റയില്, അതായത് പന്നികൾ പോലും തൊടാനറയ്ക്കുന്ന ഗള്ളികളിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. മാരുതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ മാരുതി എന്നു പേരായിട്ടുള്ള ബീഡി തെറുപ്പ് നടത്തിക്കൊണ്ട് ജീവിച്ച ആ മനുഷ്യൻ, അപ്പൊ ഈ വടക്കേന്ത്യയിലേക്കൊക്കെ ഉള്ളൊരു ഗുണമുള്ള എന്താ വെച്ചാൽ, മഹാത്മാക്കളായ സന്യാസി വര്യന്മാര് പല യാത്രകളും ഇങ്ങനെ ചെയ്യുന്ന വേളയിൽ എവിടെങ്കിലുമൊക്കെ വിശ്രമിക്കാനിരിക്കും. അപ്പോ അവിടെ ചെന്ന് അവരെ നമസ്കരിക്കുന്നൊരു പദ്ധതി ഉണ്ട് ആ നാട്ടിലുള്ളവർക്ക്. നമുക്കത് കുറവാ. അവരും അവരുടെയും കുട്ടികളെയൊക്കെ ചെന്ന് നമസ്കരിപ്പിക്കണം. അത് അവരുടെ ഒരു ശീലാണ്. അപ്പൊ മാരുതിയോട് കൂട്ടുകാരൻ പറഞ്ഞു, നമുക്കൊന്ന് അവിടം വരെ പോവാം. അവിടെ ഏതോ ഒരു സന്യാസി വന്നിട്ടുണ്ട്, നമുക്ക് അവിടെ ഒന്ന് ചെന്ന് കാണാം. നമ്മൾ എന്താ ചെയ്യുക? സന്യാസിമാരെ കാണുമ്പം ഗൃഹസ്ഥന്മാരായിട്ട് AC റൂമിലിരുന്ന് വേദാന്തം ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ഗൃഹസ്ഥധർമ്മവും ചെയ്ത് പരാന്നഭോജികളായി ജീവിക്കുന്ന നമ്മൾക്ക് ലോഷ്ടാശ്മകാഞ്ചനന്മാരായി, നിരീഹന്മാരായി, മമതാഹന്ത്രികളായി ഭാരതത്തിനെ സൂക്ഷിക്കുന്ന സന്യാസവർഗത്തെ കാണുമ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് കുത്താൻ തോന്നും. അത് ഗൃഹസ്ഥന്മാരുടെ സ്വഭാവമാണ്. ഇടയ്ക്കിടയ്ക്ക് സന്യാസിമാരെ കാണുമ്പം, കാവി നിറം കാണുമ്പം നമുക്കൊരു പുച്ഛമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, പാടില്ല. എന്നിട്ട് ശങ്കര ഭഗവത് പാദരെയും കൂട്ടുപിടിക്കും. 8ാമത്തെ വയസ്സില് ബാലസന്യാസിയായിട്ട് ആര്യാമ്പ അന്തർജനത്തിന്റെയും ശിവഗുരുനാഥന്റെയും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിയാതെയാണ് ശങ്കരൻ ഇറങ്ങിപ്പോയത്. അല്ലാതെ ശങ്കര ഭഗവത് പാദര് കാലടിയിൽ നിന്ന് സന്യാസധർമ്മത്തിന് പോകുമ്പോ അമ്മ പൊട്ടിക്കരഞ്ഞിട്ടില്ല. ഒരു സന്യാസിയുടെയും അമ്മയും തന്റെ മകൻ സന്യാസധർമ്മം സ്വീകരിക്കുമ്പോ കരയാറില്ല. കാരണം ഭാരതം വീരപ്രസവണികളായ അമ്മമാരുടെ നാടാണ്. എന്റെ മകൻ സന്യാസിയാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ഒന്ന് കൈ ഉയർത്തി കാണിക്കാമോ? ആരോ കൈ ഉയർത്തിയിട്ട് തലയിലും കൈവച്ചു. പച്ചയല്ല, ഒന്നോ രണ്ടോ പേരുണ്ട്. അത് കണ്ടപ്പോ ഒരു സന്തോഷമുണ്ട്. ആലോചിക്കേണ്ടതാണ് നമ്മള്. ഭാരതീയ സന്യാസത്തെ കുറിച്ച് നമുക്ക് എന്താ ധർമ്മം അറിയാവുന്നത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കുറ്റപ്പെടുത്താനാ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഉദരനിമിത്തം ബഹുകൃത വേഷം. സന്യാസി വയറ് നിറയ്ക്കാനല്ല വേഷം കെട്ടിയത്, അതിന് നാരായണ കവചം പഠിക്കണം. ന്യാസം ചെയ്യുന്ന സമയത്ത് വയറില്, ശിഖയില്, കഴുത്തില് ഒക്കെ ന്യാസം നമ്മളത് പഠിക്കും. ഉദരോപാസന എന്ന് പറയുന്നൊരു ഉപാസനാ മാർഗമുണ്ട്. സന്യാസി തലമുണ്ടനം ചെയ്യുന്നതും മുടി നീട്ടി വളർത്തുന്നതും കാഷായം ധരിക്കുന്നതും വിവിധങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള മാലകൾ ധരിക്കുന്നതും ഭസ്മം ധരിക്കുന്നതും ഉദരനിമിത്തം തന്നെയാണ്. പക്ഷെ ആ ബഹുകൃതങ്ങളായ വേഷങ്ങള് നമ്മൾ പറയുന്നത് പോലെ ഉണ്ണാനല്ല. ഭാരതീയ സന്യാസം അതല്ല, ഉദരോപാസന. കാരണം ആ പ്രാണനെ ആധാരചക്രാന്തർഗതങ്ങൾ എന്ന വിഭാവന ചെയ്തുകൊണ്ട് കുണ്ടലിനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഷളാക്കി നശിപ്പിച്ച സബ്ജക്റ്റ്, കാൽപ്പനിക ഭാവങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യം എന്തെന്നറിയാതെ ഉഴന്ന്
പ്രാണന്റെ ഗതിവിഗതികളെ വേണ്ടതുപോലെ ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കാതെ കാണുന്ന പുസ്തകങ്ങൾ മാത്രം വായിച്ച പരിചയങ്ങളിൽ നിന്ന് വാചക കസർത്തുകൾ നടത്തി അനുഭവത്തിന്റെ തീവ്രതയില്ലാത്തവർ ഉണ്ടാക്കിയ ശബ്ദകോലാഹലമല്ല ഭാരതത്തിന്റെ ഉപാസന സമ്പ്രദായം. അത് കൈവല്യമാണ്, മോക്ഷമാർഗമാണ്. ആ മോക്ഷമാർഗ അടിസ്ഥാനം തുടങ്ങുന്നത് ആധാരചക്ര ഉപാസനയിൽ നിന്നാണ്. അതില് ഉള്ളൊരു ഉപാസനയാണ് ഉദരോപാസന. പ്രാണൻ കടന്നു വരുമ്പോ ആ ഉദരഭാഗത്തെ ചക്രങ്ങളെ രോധിക്കുമ്പോ, അതിന്റെ ഗതി വരുമ്പോ, ചില മന്ത്രങ്ങൾ ജപിക്കുമ്പോ ശരീരത്തിന്റെ ടെമ്പറേച്ചർ മാറും. അപ്പോഴാണ് പറയാ തലമുടി എടുത്തു കളയാൻ, അപ്പോഴാണ് പറയാ തലമുടി നീട്ടി വളർത്താൻ, അപ്പോഴാണ് പറയുക കാഷായം ധരിക്കാൻ, അപ്പോഴാണ് പറയുക പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ. അല്ലാതെ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയണത് ശങ്കര ഭഗവത്പാദര് പറയില്ല. 8ാമത്തെ വയസ്സില് ബാലസന്യാസിയായി മാറിയ ശങ്കര ഭഗവത്പാദര് സന്യാസത്തിനെ നോക്കി അറിയാതെ പോലും ഒരക്ഷരം നിന്ദയായി പറഞ്ഞിട്ടില്ല. പറയാനും നമുക്ക് അധികാരമില്ല. അപ്പൊ സന്യാസ പാരമ്പര്യത്തെ നമസ്കരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മാരുതി എന്ന ചെറുപ്പക്കാരനും കൂട്ടുകാരനും ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു, അവിടെ വന്ന സന്യാസിയെ. പക്ഷെ അവരറിഞ്ഞിരുന്നില്ല ആ സന്യാസി ആരായിരുന്നു. നവനാഥ സാധു സംഘത്തിലെ, നമ്മൾ ഭാഗവതത്തിൽ കാണുന്ന നിമി നവയോഗി സംവാദത്തിലുള്ള നവയോഗിമാരുടെ പ്രാക്തനമായ പാരമ്പര്യത്തിന്റെ തീവ്രത ഏറ്റി നിൽക്കുന്ന, ഇന്നും ഭാരത സന്യാസത്തിന്റെ കാവലാളുകളായിട്ടുള്ള നവയോഗി സമ്പ്രദായത്തിലെ രാമേശ്വരാനന്ദനാഥ മഹാരാജ് എന്ന മഹാതപസ്വിയായിരുന്നു വന്നത്. അവിടെ ചെന്ന് നമസ്കരിച്ചപ്പോ ആ മാരുതിയോട് അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ നീ ആരാണെന്നറിയാൻ നീ പരിശ്രമിക്കുക. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഒരു മന്ത്രം ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തു. അത്ര തന്നെ, വേറൊന്നുമില്ല. 3 കൊല്ലം കൊണ്ട് മാരുതി എന്ന നിലയിൽ നിന്നുയർന്നു. അദ്ദേഹത്തിന്റെ ബീഡി തെറുപ്പാണ് ആദ്യം നേരെയായത്. അങ്ങനെ ബീഡി തെറുപ്പൊക്കെ നേരെയായി. അതൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചു. ഒരു വേഷവും കെട്ടിയില്ല. ഒന്നും അദ്ദേഹം ആർക്കും വേണ്ടിയിട്ട് ചെയ്തതായിട്ടും പറയണില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സാധന ചെയ്തു. അതിന്റെ പരിമളം പരക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ സ്വതന്ത്രരായി. ഒരു കടമുറിക്കകത്ത് അദ്ദേഹം ഇരുന്നു. എവിടെയെങ്കിലും ഒരു പൂ വിരിഞ്ഞാല് പൂവ് വണ്ടിന് ലെറ്റർ അയക്കാറില്ല, വണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരിക ചെയ്യുക. ലോകം അദ്ദേഹത്തെ തേടി വന്നു. സായിപ്പിനാണ് ഇതിന്റെ മണം ആദ്യം കിട്ടുക. കാരണം നമ്മളൊക്കെ ഉറക്കം കൂടുതലുള്ളവരാ. സായിപ്പ് വന്നു. മോറിസ് ഫ്രീഡ്മാൻ എന്ന മനുഷ്യൻ വന്ന് മറാഠി പഠിച്ച് ഈ മാരുതി എന്ന പേരപ്പോഴേക്കും മാറി. അദ്ദേഹത്തിന്റെ പേരാണ് ഭാരതത്തിലെ ആദ്യത്തെ 10 സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു പേരാണ് സാക്ഷാൽ നിസർഗദത്ത് മഹാരാജ്. ആ നിസർഗദത്ത് മഹാരാജായിട്ട് മാരുതി മാറുകയാണ്. വെറും സാധാരണക്കാരനാണ്. അതുകൊണ്ട് നാരായണ കവചം നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപേ പറയാം, നമ്മൾ സാധാരണക്കാരല്ല, ഈശ്വരന്റെ സൃഷ്ടികളായ നമ്മള് അത് തിരിച്ചറിയണം. ഈശ്വരനെ അപമാനിക്കരുത്, സാധാരണക്കാരാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ വിജ്ഞാന ഭൈരവ തന്ത്രം ഉദ്ഘോഷിക്കുന്നു. എങ്ങനെയാണ് ഒരു മന്ത്രത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്? തലയ്ക്ക് തീ പിടിച്ചവനെ പോലെ ആയിരിക്കണം മന്ത്രം സ്വീകരിക്കാനുള്ളവന്റെ താല്പര്യം. അത് കൃത്രിമമായിട്ടുണ്ടാക്കാൻ പറ്റില്ല. അതും ആദ്യം പറയാം. വിവേകാനന്ദ സ്വാമിജി നരേന്ദ്രൻ എന്ന പേരുമായിട്ട് നടക്കുന്ന പൂർവാശ്രമ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ കാള സർപ്പം പോലെ ആഞ്ഞുകൊത്തിയ ജീവിത ദുരന്തങ്ങളിൽ അദ്ദേഹം ശക്തമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈശ്വരനെ ഉപാസിക്കുന്ന ഒരു അച്ഛന്റെ മകനായ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് അസ്വസ്ഥതകൾ വരണു എന്റെ ജീവിതത്തിന്? ആ ചോദ്യം നമ്മൾ ചോദിച്ച ചോദ്യം പോലെയല്ല. ആന്തരികമായിട്ട് ആ ചോദ്യം ഇളകി മറിഞ്ഞു. സദാ സർവത്ര ഈശ്വരൻ ഉണ്ടോ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴങ്ങി. അങ്ങനെയാണ് W ഹേസ്റ്റി എന്ന പേരായിരിക്കുന്ന പ്രൊഫസർ എസ്ക്രഷൻ എന്ന വില്യം വേർഡ്സ്വർത്തിന്റെ കവിത പഠിപ്പിച്ചപ്പോ ട്രാൻസ് എന്ന് പറയുന്ന ഒരു പദം വ്യാഖ്യാനിച്ചപ്പോഴാണ് ആ പ്രൊഫസർ പറയുന്നത്, കുട്ടികളെ, എനിക്ക് പദം പറഞ്ഞു തരാൻ അറിയില്ല. കൊൽക്കട്ട കാളി ഉപാസിക്കുന്ന ഒരു മഹാമനുഷ്യനുണ്ട് ദക്ഷിണേശ്വരത്ത്, സാക്ഷാൽ പരമഹംസർ, പോയി കാണാൻ പറയണത്. അത് സംഭവിക്കുകയാണ് ചെയ്തത്. ഗുരുവിന്റെ ഇച്ഛയും ശിഷ്യന്റെ ഇച്ഛയും തമ്മിൽ സംഭവ്യമാകുമ്പോൾ മന്ത്രം ഉൽപ്പന്നമാകുന്നു. എപ്പോഴാണോ ശിഷ്യന്റെ ഇച്ഛയും
ഗുരുവിന്റെ ഇച്ഛയും തമ്മില് അനുരണനം നടക്കുന്നത്, അത് തന്നെ ദീക്ഷ. ദീക്ഷ എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു സമ്പ്രദായമല്ല. ആ ദീക്ഷയുടെ പരമഗംഭീരമായ അനുഭവ തലങ്ങൾ എന്താണെന്ന് ഉപാസനയിലൂടെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വെറുതെ ഒരാൾക്ക് ദീക്ഷ തരൂല്ല. ഗുരുനാഥനെ സമീപിച്ചാല് നമ്മളോട് പറയും കൂടെ നിന്നോളാൻ പറയും. കൂടെ നിൽക്കാനായിട്ട് പറയുമ്പോൾ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ കാണാട്ടോ എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യാം. ഈ വന്നിരിക്കുന്ന ആള് ദീക്ഷാ ലക്ഷണങ്ങളുള്ള ആളാണെങ്കിൽ അടുത്ത് നിന്നോളാൻ പറയും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഗുരുനാഥൻ നമ്മൾ എന്താണെന്ന് ഒബ്സർവ് ചെയ്യും. നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, നമ്മൾ ഉറങ്ങുന്ന സമയം, നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ ചിന്തകള്, നമ്മുടെ പ്രവൃത്തികള്, ഇതൊക്കെ അസസ് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന യാമവും ഉണരുന്ന യാമവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമുക്ക് ഇഷ്ടപ്പെട്ട നിറവും ഒക്കെ കൃത്യമായിട്ട് നമ്മളിൽ സൃഷ്ടിക്കുന്ന ഒരു ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട ഒരു ദേവത ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവും. ആ ദേവതയെയാണ് ഗുരുനാഥൻ ദീക്ഷാ സംസ്കാരത്തില് തന്ത്രശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ നൽകുക. അല്ലാതെ ദീക്ഷ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഒരു മന്ത്രത്തെ ഉപദേശിക്കലല്ല. അപ്പോ ഗുരു എന്ന് പറയുന്നത് നിരവധി വിഷയങ്ങളിൽ, അതുകൊണ്ടാണ് വാചസ്പതി, ബൃഹസ്പതി എന്ന ശബ്ദം രൂഢിയായിട്ട് അവിടെ പ്രയോഗിച്ചത്. ബൃഹസ്പതി എന്ന് പറഞ്ഞാല് ഉത്തമനായ ഗുരുനാഥൻ തന്നെയാണ്. ആ ഗുരുവിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന അഭിമാനം നിമിത്തം നിന്ദിക്കുന്നവർ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. കാരണം ഗുരുനാഥന്മാരെന്ന് പറയുന്നത് വ്യക്തികളല്ല, സംസ്കാരമാണ്. ആർഷ ഭാരത സംസ്കാരത്തെ നിന്ദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗുരുനിന്ദയാണ്, അല്ലാണ്ട് ഒരു വ്യക്തിയെ നിന്ദിക്കലല്ല. കാരണം ഇവിടെ വ്യക്തിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ആ വ്യക്തിയുടെ ആശയങ്ങളെ നമ്മൾ നിന്ദിക്കുമ്പോൾ ഭാരതീയ സംസ്കാരത്തിലെ ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ള പരമപവിത്രങ്ങളായ ആശയങ്ങളെ നമ്മൾ ഓരോരുത്തരും നിന്ദിക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഗുരുത്വമാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്ര തെരഞ്ഞിട്ടും ഗുരുവിനെ കിട്ടാത്തത്. ഗുരു ഇതിന്റെ ചുറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ സദസ്സിലിരിക്കുന്ന ദേവേന്ദ്രന് തന്റെ മുൻപിലിരിക്കുന്ന ഗുരുവിനെ കാണാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാല് സംസ്കാരത്തെ നിന്ദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മൾ ഈ വലിയ വർത്തമാനങ്ങളൊക്കെ പറയും, പക്ഷേ ആലോചിച്ചു നോക്കണം, ആധ്യാത്മികങ്ങളായ പ്രവർത്തനങ്ങൾക്കൊന്നും കേരളത്തിൽ ഇന്ന് പഞ്ഞൊന്നുമില്ല. പക്ഷെ ഒറിജിനലായ ആധ്യാത്മികത എത്ര പേരിലുണ്ടെന്ന് ഉള്ള ചോദ്യം ചോദിച്ചാൽ ഞാനും നിങ്ങളും കുടുങ്ങും. ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയേറെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു നാടുണ്ടോ ലോകത്ത്? ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാണ് ഇപ്രാവശ്യത്തെ അഖില ഭാരത സത്ര നടക്കുന്നത്. എന്തൊരു പ്രഭാഷണങ്ങളാണ്, മാരത്തോൺ പ്രഭാഷണങ്ങളാണ്. രാവിലെ 8 തുടങ്ങിയ രാത്രി 10 മണി വരെ പൊരിഞ്ഞ പ്രഭാഷണ പരമ്പരകളാ. പക്ഷെ സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ നമ്മുടെ ഇരിപ്പ് വശം എവിടെയാന്നുള്ളത് നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ടതാണ്. കാരണം ഏറ്റവും കൂടുതൽ മദ്യപാനം ചെയ്യുന്ന ഒരു നാടാണത്രേ കേരളം. ആധ്യാത്മികമായ സബര്യകള് ഇവിടെ കൊടികുത്തി വാഴുമ്പോൾ ഭാരതം ഈ അടുത്ത കാലത്ത് നമ്മൾക്കൊരു റെക്കോർഡ് തന്നു കേരളത്തിന്. എന്താ? ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ 16% കുടിച്ചു തീർക്കുന്നവരാണത്രേ കേരളീയര്. തീർന്നില്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ വിവാദങ്ങളാണല്ലോ നാട് മുഴുവൻ. നമുക്ക് വ്യവഹാര കാര്യങ്ങളെ കുറിച്ച് പറയാൻ നേരല്ലെങ്കിൽ പോലും പറഞ്ഞു പോവാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് അതിർത്തി കടന്നു വരുന്ന കുറെ മിണ്ടാപ്രാണികളുണ്ട്. കേരളം ഇന്ന് അനുഭവിക്കുന്ന ശാപങ്ങൾ 2ആണ്. ഒന്ന് വൃദ്ധരുടെ ശാപം, രണ്ടാമത്തത് കന്നാലികളുടെ ശാപം. നിങ്ങൾ വെജിറ്റേറിയൻ ആവണോ നോൺ വെജിറ്റേറിയൻ ആവണോ എന്നൊന്നും എനിക്കറിയില്ല. അത് പറയാനുള്ള സ്ഥലവുമല്ല ഇത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒന്നറിയണം, നമ്മള് ആ ചുരം കടന്ന് മൂന്നാറിന്റെ തണുപ്പും ആ പാതിരാത്രിയില് നിർജീവങ്ങളായ കണ്ണുകളോടുകൂടി എത്രയും വേദനാപൂർണമായ ജീവിതം നയിച്ചു വരുന്ന കുറെ മിണ്ടാപ്രാണികളുണ്ട്. ആ മിണ്ടാപ്രാണികളെ ഒരു വട്ടമെങ്കിലും കണ്ടാൽ, കാരണം ആ കുഗ്രാമങ്ങളിൽ നിന്ന് പാതിരാവുകളിൽ വണ്ടികളിലേക്ക് കയറ്റി ഇറക്കപ്പെടുമ്പോ
ഈ മിണ്ടാപ്രാണികളെ ചെയ്യണത് എന്താ? പല സ്ഥലങ്ങളിൽ നിന്ന് ഈ മിണ്ടാപ്രാണികളെ കയറ്റാനുള്ളത് കൊണ്ട് അവയെങ്ങാനും വണ്ടിയിൽ കിടന്നുറങ്ങിപ്പോയാൽ മറ്റ് മിണ്ടാപ്രാണികളെ കൂടെ കുത്തിത്തിരുകാനുള്ള സ്ഥലം പോകുമെന്നുള്ളത് കൊണ്ട് അവ കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടി അവയുടെ കണ്ണുകളിൽ പച്ചമുളക് അരച്ച് പുരട്ടി ആ കണ്ണത്രയും ദ്രവിച്ച് ശരീരം മുഴുവനും ആടി ഒലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിത്തെറിക്കുന്ന ശരീരത്തിന്റെ വേദനാജനകങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് പുഴുവരിച്ച് രക്തം ചിതറി ചലമൊഴുകി അവസാനം കണ്ണ് പോലും കാണാതെ തീവ്രവേദനകളുടെ നിലവിളിയുടെ നരകയാതനകൾ അനുഭവിച്ചിട്ട് അവസാനം വന്നിറങ്ങുകയാണ് മലയാളിക്ക് വെട്ടിപ്പുഴുങ്ങി തിന്നാൻ. ഇതൊക്കെ കൂടെ അന്നനാളത്തിലൂടെ സ്വന്തം ആമാശയത്തെ മറ്റുള്ള ജീവികളുടെ ശവപ്പറമ്പാക്കി മാറ്റിയിട്ട് പിറ്റേ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഈശ്വരന്റെ മുമ്പിൽ വന്നിട്ട് ഭഗവതി യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ കൂടെ വെട്ടിപ്പുഴുങ്ങി തിന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഭഗവാൻ കേട്ടതല്ല, ഭഗവാൻ ഏതാണ്ട് തെറ്റുപറ്റിപ്പോയതാണ്. സംശയമൊന്നും വേണ്ട. ഈ എല്ലാരെയും കണ്ട ആവേശത്തിൽ പറയുകയാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ആരെയും കണ്ടിട്ട് ഒരാവേശവും തോന്നണില്ല. ആലോചിക്കേണ്ടതാണ് നമ്മൾ. അപ്പൊ ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിന്റെ അസ്തിത്വ ബോധമാണ്. ഒരു പീഡയും ഒരു എറുമ്പിനും ഉണ്ടാവരുതെന്നുള്ള ബുദ്ധി ഉണ്ടാവണം. അതാണ് ആധ്യാത്മികത. ഇന്ത്യൻ സ്പിരിച്വാലിറ്റി വിഭാവനം ചെയ്യുന്നത് അവിടെയാണ്. അവിടുത്തെ ചിന്താധാരകളിൽ അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു ചരാചരത്തെയും എന്നിൽ നിന്ന് അന്യമായിട്ട് എനിക്ക് കാണാതിരിക്കാനായിട്ട് സാധിക്കണം. അപ്പോ അങ്ങനെ അന്യമായിട്ട് എനിക്ക് കാണാതിരിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ എൻ്റെ സംസ്കാരത്തെ നിന്ദിക്കാത്തവനായി മാറണം. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങോട്ട് വരുന്ന വഴിയിലും ചർച്ച ചെയ്തത് കൊണ്ട് വന്ന വിഷയം അത് തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള് അഭാരതീയമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി അഭാരതീയമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പേന ഇന്ത്യക്കാരുണ്ടാക്കിയതായിരിക്കില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്ത്രങ്ങളും ഉടുക്കുന്നവയും കഴിക്കുന്നവയും വിദേശ നിർമ്മിതങ്ങളാണെങ്കിലും ഒന്നോർക്കണം, ഈ ഹൃദയം അത് ഭാരതീയമാണ്. നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും നമ്മുടെ ഹൃദയം അത് ഭാരതീയമാണ്. അത് മറന്നു പോവാൻ പാടില്ല. ആ സംസ്കാരത്തെ നിന്ദിക്കാതിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ഗുരുതത്വം. അങ്ങനെ ആ ഗുരുവിനെ നിന്ദിച്ചാൽ, ഇവിടെ ദേവന്മാര് ചെയ്തതെന്താ? അടുത്തൊരു ഗുരുവിനെ വരിക്കുക. ഇതിന് 2 വേർഷൻസ് ഉണ്ട്. ഒന്ന്, വിജ്ഞാന ഭൈരവ തന്ത്രം പറയുന്നു, വേണ്ടതുപോലെ ഒരു ഗുരുവിനെ സമീപിച്ച് ഒരു വിദ്യ വശത്താക്കാനായിട്ടുള്ള പരിശ്രമത്തില് മറ്റൊരു ഗുരുവിനെ നമുക്ക് സ്വീകരിക്കാം. ഒരു വണ്ട് മറ്റൊരു പുഷ്പത്തിലേക്ക് തേൻ ശേഖരിക്കാൻ പോകുന്നത് പോലെ ഹിമാലയൻ മാസ്റ്റേഴ്സിൽ നമ്മൾ കാണും സ്വാമി രാമ കാലാ കമ്പിളി ബാബയെയും അഘോരി ബാബാജിയെയും ബംഗാളി ബാബാജിയെയും ഒക്കെ സമീപിച്ചിരുന്നു. പല വിദ്യകള് പലരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുരുതത്വം ഒന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് എന്താ? തന്റെ കഴിവില്ലായ്മ കൊണ്ട് തനിക്കുണ്ടായിരിക്കുന്ന അഷ്ടൈശ്വര്യ സിദ്ധികളിൽ മതിമറന്നു പോയ ദേവേന്ദ്രൻ സമീപിച്ചിരിക്കുന്നത് അടുത്ത ഗുരുനാഥനെയാണ്, വിശ്വരൂപനെ. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളും പല ഗുരുക്കന്മാരെ തേടി നടക്കുന്നവരാ. ഇവിടെ ഒന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്തടുത്ത് പോവും, അടുത്തടുത്തൊന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്തടുത്ത് പോവും. ഇപ്പൊ അങ്ങനെയാണ്. 5000 രൂപ കൊടുത്തു കഴിഞ്ഞാല് ബാലാമന്ത്ര ദീക്ഷ, 10,000 ഉറുപ്യ കൊടുത്തു കഴിഞ്ഞാൽ മഹാഷോഡശാക്ഷരി മന്ത്രദീക്ഷ. ഇതിലൊന്നും പോയി ജീവിതം കളയാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ മന്ത്രഭാഗത്തിന്റെ പഠനം. അപ്പൊ വിശ്വരൂപനെ ഗുരുവായി വരിച്ചു. വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വിശ്വത്തിനെ തന്നിൽ ധരിക്കുന്നവൻ, അതായത് ഭേദബുദ്ധി ഇല്ലാത്ത ആള്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ അവരെ കാണുന്നത് ഭേദമില്ലാതെയാണ്. അവർക്ക് ദേവന്മാരെന്നോ അസുരന്മാരെന്നോ ഇല്ല. സ്വസ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗുരുനാഥനെ സമീപിക്കരുതെന്ന് സാരം. ഏതായാലും ആ വിശ്വരൂപൻ നാരായണ കവചം ഉപദേശിക്കുകയാണ് ദേവന്മാർക്ക്. നാരായണ കവചം എപ്രകാരത്തിലാണ് ജപിക്കേണ്ടത് പറയണം.
ആത്മാനം പരമം ധ്യായേ ധ്യേയം ഷഡ്ശക്തിഭിർയുതം. 11ാമത്തെ ശ്ലോകം തുടങ്ങുകയാണ് 8ാം അധ്യായത്തില്. എന്താ പറയണത് അവിടെ? വിഷ്ണവേ നമ എന്ന മന്ത്രത്തിന്റെ ന്യാസം പറയണം. ഒരു മന്ത്രം ജപിക്കുന്നതിന് മുൻപ് അതിനുള്ള പദ്ധതിയാണ് ന്യാസം. ന്യാസം എന്ന് പറയുന്നത് ശാരദാതിലകാദി തന്ത്രഗ്രന്ഥങ്ങള് എന്താണ് ന്യാസം എന്ന് മനോഹരമായിട്ട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ന്യാസം ചെയ്യുക? അപ്പൊ നമുക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചില ഇതിന്റെ ന്യാസ ഘടനകളിലേക്കൊന്ന് പ്രവേശിക്കാം. അപ്പൊ പൂജ ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ഉള്ള സംശയമാണ്, പൂജകന്മാര് പല മുദ്രകളും കാണിക്കുന്ന കാണാം, ഇല്ലേ? കണ്ടിട്ടില്ലേ? പല മുദ്രകളും ഇങ്ങനെയൊക്കെ അടിക്കുന്നത് കാണാം, ഇങ്ങനെയൊക്കെ ആക്കുന്നത് കാണാം, കൈ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ വളയ്ക്കുന്നത് കാണാം, ഇങ്ങനെ ചെയ്യുന്നത് കാണാം, കുറച്ച് കഴിയുമ്പോൾ താണ്ടത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണാം, എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണാം. ഇതെന്താ സംഗതി? ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഈശ്വരൻ വരുമോ? പിന്നെ അതുകൂടാതെ ന്യാസം ചെയ്യുമ്പോൾ മൃഗമുദ്ര എന്ന് പറഞ്ഞൊരു മുദ്ര പിടിച്ച് ശിരസിൽ എങ്ങനെ വെച്ചു, അത് കഴിഞ്ഞ് ഇവിടെ എങ്ങനെ വെച്ചു, അത് കഴിഞ്ഞ് ഇവിടെ എങ്ങനെ വെക്കും, ഇതൊക്കെ എന്താ സംഗതി? ചിന്തിക്കേണ്ടതാണ്. മുദ്രകൾ എന്ന് പറയുന്നത് ഇപ്പം ഭാഗവതത്തിലെ മുദ്ര പറയുന്നുണ്ട്, ന്യാസമുദ്ര, മൃഗമുദ്രയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ന്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തില് ഓരോ സ്ഥാനങ്ങളിൽ സ്പർശിച്ചിട്ട് അതതു സ്ഥാനങ്ങളെ താൻ ഉപാസിക്കുന്ന ദേവതയുടെ സ്ഥാനങ്ങളായി കൽപ്പിച്ചിട്ട് മന്ത്രപൂരിതമായ മന്ത്രമയമായ ശരീരം താൻ സ്വീകരിക്കലാണ്. അപ്പൊ താനും ദേവതയും തമ്മിൽ അവിടെ ഭേദമില്ലാണ്ട് വരും. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ചിന്തിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ പൂജ തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യുക അഭിവാദനമാണ്. അതിന് ഈ പറയുന്ന മോതിരവിരലും ഈ തള്ളവിരലും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ചെവിയുടെ അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് ആണ് പറയുക ഓം അഭിവാദയേ. പിന്നെ പേര് പറഞ്ഞ് അഹം, അത് കഴിഞ്ഞ് അസ്മിഭോ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിച്ച് താഴെ ഇങ്ങനെ മുട്ടിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് പൂജ തുടങ്ങുക. അട്ടകമൊക്കെ പിടിക്കും. അട്ടകം പിടിക്കുക എന്നതിന് പറയുക ശതധാരമുത്സമക്ഷീയമാക്ഷീയമാണം എന്ന് തുടങ്ങുന്ന ഋഗ്വേദ സമ്പ്രദായത്തിലാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമുക്ക് തോന്നും എന്തിനാ ഈ മുദ്രകളെല്ലാം? മുദ്രകളെല്ലാം വളരെ ശാസ്ത്രീയമാണ്. എന്തിനാണ് ഈ ന്യാസം ചെയ്യുക? ചിന്തിക്കേണ്ടതാണ്. ശരീരശാസ്ത്രമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് മസ്തിഷ്കത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരുപാട് ന്യൂറോ കേന്ദ്രങ്ങള്, നാഡീ കേന്ദ്രങ്ങള്, നമ്മൾക്ക് ന്യൂറോ അനാട്ടമി, ഹയർ ആയിട്ടുള്ള ന്യൂറോ അനാട്ടമി നമ്മൾ പഠിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ കേന്ദ്രങ്ങൾ വന്ന് അവസാനിക്കുന്നത് കൈകാൽ വിരലുകളുടെ അറ്റങ്ങളിലാണ്. മനസ്സിലാവണുണ്ടോ ആവോ? അതായത് മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗമാണ് ശരീരത്തിന്റെ വലതുഭാഗത്തെ കൺട്രോൾ ചെയ്യുക. മനസ്സിലായില്ല? വലതുഭാഗമാണ് ഇടതുഭാഗത്തെ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വന്നിട്ട് കൈകാൽ വിരലുകളുടെ അറ്റങ്ങളിലാണ് ഈ നാഡീകേന്ദ്രങ്ങളുടെ പല ഭാഗങ്ങളും വന്ന് അവസാനിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ശരീരത്തിന്റെ 6 ആധാര ചക്രങ്ങളുടെ നിരൂപണമുണ്ട്. ഈ 6 ആധാര ചക്രങ്ങളും നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് കാൽപ്പനികമായ ഭാഷയിൽ പറയണത്. അതിനെക്കുറിച്ചും 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഇത് അപൂർണമാവും. ഒരു സെക്കൻഡ് നമുക്ക് ആ വിഷയം കൂടെ ഒന്ന് ചിന്തിക്കാം. ഈ അടുത്ത കാലത്ത് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ രസകരമായൊരു ചിന്തയാണ് കുണ്ടലിനി. അനങ്ങിയാല് കുണ്ടലിനിക്കാരുടെ ബഹളാണ് നാട്ടില്. അനങ്ങിയാല് കുണ്ടലിനിയാണ്. കുണ്ടലിനി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഈ നട്ടലിന്റെ താഴെ മൂലാധാരത്തിൽ ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട്. ചിലര് പറയണു 3.5 ചുറ്റാണ്, ചിലര് പറയണു 51 ചുറ്റാണ്. എന്തായാലും സംഗതി ചുറ്റാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ ചുറ്റി പിടിച്ച സാധനത്തെ ഉയർത്താനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും വഴിയരികിലെ പുസ്തകങ്ങൾ തൊട്ട് ക്രോർസ് ആൻഡ് ക്രോർസിന് സ്വർണ്ണ നൂലിഴകൾ ചേർത്ത് വെച്ച പുസ്തകങ്ങൾ വരെ വിൽപ്പനയ്ക്കുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഉയർന്നു വന്നിട്ട് മൂലാധാരം എന്ന് പറയുന്നത് എവിടെയാ? അപ്പൊ നമ്മളെ പഠിപ്പിച്ചു തരും. മൂലാധാരം എന്ന് പറയുന്നത് നട്ടെല്ലിന് താഴെ ലൈംഗികാവയവത്തിന്റെ ആ ഭാഗത്ത് 4 എതളോടുകൂടി മനോഹരമായ ചക്രം, അതിന്റെ മുകളിൽ സ്വാധിഷ്ഠാനം, അതിന്റെ മുകളിൽ മണിപൂരകം, അതിന്റെ മുകളിൽ അനാഹതം, അത് കഴിഞ്ഞ് വിശുദ്ധി, അത് കഴിഞ്ഞ് ആജ്ഞ, അത് കഴിഞ്ഞ് സഹസ്രാരം. ഈ ചുറ്റിക്കിടക്കുന്ന ഞാഞ്ഞൂള് പോലത്തെ സാധനം, ഞാഞ്ഞൂള് എങ്ങനെയാ പാമ്പാവുമെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അപ്പൊ ആ ഞാഞ്ഞൂള് പോലത്തെ പാമ്പ് ഉയർന്നു വന്നിട്ട് സഹസ്രാര പത്മത്തിൽ എത്തുന്നതോടുകൂടി സംഗതി കേമാവുന്ന ആളുകൾ പറയണേ.
ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചിന്തിക്കേണ്ടതാണ് അടിസ്ഥാനപരമായിട്ട്. കൊൽക്കട്ടയില് സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഭാരതത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സർ ജോൺ വുഡ്റൂഫ് എന്ന് പറയുന്നയാള് ആർത്തർ റാവലൻ എന്ന പേരായിട്ട് ഭാരതത്തിലെ തന്ത്രശാസ്ത്രത്തെ മുഴുവനും ക്രമീകരിച്ച ആർത്തർ റാവലൻ, ജോൺ വുഡ്റൂഫാണ് ആദ്യമായിട്ട് ഭാരതത്തിലെ സ്ത്രീവിദ്യാ സംസ്കാരത്തിന്റെ വളരെ ഗംഭീരമായ പുസ്തകം സ്ത്രീ തത്വ ചിന്താമണി എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായമായ ഷഡ്ചക്ര നിരൂപണം എന്ന അധ്യായത്തെ അദ്ദേഹം ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ തുടങ്ങിയ കുഴപ്പമാണിത് മുഴുവനും. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഭാഗത്തിന് അദ്ദേഹം കൊടുത്ത പേരാണ് ദി സർപ്പന്റ് പവർ. ഗണേഷ് അക്കാദമിയിൽ നിന്ന്, മദ്രാസിൽ നിന്ന് ഇപ്പോഴും അവൈലബിൾ ആണ് ഈ പുസ്തകം. ഇത് തൊട്ട് കുണ്ടലിനിക്കാരുടെ ഇളക്കം തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജോൺ വുഡ്റൂഫിന്റെ പുസ്തകം നന്നായിട്ട് വായിക്കുക ആദ്യം. അതിൽ പറഞ്ഞിരിക്കുന്ന ക്രമമല്ല ശങ്കര ഭഗവത് പാദര് സൗന്ദര്യ ലഹരിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല മഹർഷിയായിട്ടുള്ള അരോബിന്ദോ പറയുന്ന ക്രമത്തിന്. മഹർഷി അരോബിന്ദോ പറഞ്ഞ ക്രമമല്ല സാക്ഷാൽ ചട്ടമ്പി സ്വാമികൾ നിരൂപണം ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വിഷയത്തിൽ അഗ്രഗണ്യനാണെന്ന് അഭിപ്രായമുള്ള പണ്ഡിറ്റ് ഗോപികൃഷ്ണൻ, അദ്ദേഹത്തിന് കുണ്ടലിനി അനുഭവം ഉണ്ടായെന്ന് അവകാശപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതൊന്നുമല്ല. ലഡ്ബീറ്റർ എന്നു പേരായിട്ടുള്ള ഒരാള് കുണ്ടലിനിയെ പറ്റിയിട്ട് പഠിച്ചെഴുതി. അദ്ദേഹത്തിന്റെ സമ്പ്രദായം ഇതൊന്നുമല്ല. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങള് ആടുപാമ്പേ പുനം തേടുപാമ്പേ എന്ന് പറഞ്ഞിട്ട് കുണ്ടലിനി പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പ്രദായം ഇതൊന്നുമല്ല. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് ഈ മൂലാധാരം? മൂലാധാരം എന്ന് പറയുന്നത് താഴെയാണ് താഴെയാണ് താഴെയാണെന്ന് പറഞ്ഞ് ഈ അരയ്ക്ക് താഴേക്ക് ഇരുന്ന് ജപിച്ച് 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 വളരെ അപകടകരമായ വികാര വിക്ഷുബ്ധതകളിലേക്ക് ചെന്ന് ജീവിതം ഭ്രാന്ത് പിടിച്ചു പോയ എത്രയോ പേരെ നമുക്ക് പരിചയമുണ്ട്. എന്താ കുഴപ്പം ചോദിച്ചാൽ, മൂലാധാരം എവിടെയാണ് എന്ന ചോദ്യത്തിന് ശാന്തമായിട്ട് നമുക്ക് ഉത്തരം നൽകാൻ പറ്റണം സ്വാനുഭവം കൊണ്ട്. എവിടെയായി മൂലാധാരം? അവനവന്റെ ജീവിതത്തില് അവനവൻ പരമശാന്തമായിട്ടിരിക്കുമ്പോൾ അവനവന്റെ ഉള്ളിൽ എവിടെ നിന്നാണോ പ്രാണനും ശാന്തതയും പൊട്ടിപ്പുറപ്പെടുന്നതായി അവനവന് തോന്നുന്നത് അത് മൂലാധാരം. അല്ലാതെ ഇത് താഴെയാണ് താഴെയാന്ന് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങള് ഉദ്ഘോഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റേ ഇവിടെ ഇല്ല. ഇത് കാൽപ്പനികമായ ഭാഷയാണ്. സൂക്ഷിച്ചല്ല കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അപകടമാണ്. അതിന്റെ വാർണിംഗ് കൂടിയാണ് ഭാഗവതം. മന്ത്രത്തെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യരുത്. മന്ത്രശാസ്ത്രം ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നും കൂടെ വ്യംഗ്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ പറഞ്ഞു പോയത് ഈ ന്യാസാദികള്. അപ്പോ ന്യാസം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാ ചിന്തിക്കേണ്ടത്. ഭാഗവതം പറയുന്ന ന്യാസം, അതായത് ശരീരത്തിന്റെ ആധാരചക്രങ്ങൾ എന്നറിയപ്പെടുന്ന കേന്ദ്രങ്ങള്. ഈ കേന്ദ്രങ്ങളെ മോഡേൺ മെഡിസിനും തരംതിരിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ റീജിയൻ, ലംബാർ റീജിയൻ, തൊറാസിക് റീജിയൻ, ക്രേനിയോസാക്കൽ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശരീരത്തിന്റെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട തലങ്ങളെ മോഡേൺ സയൻസും തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മൾ 2 വിരലുകൾ ഇവിടെ തൊടിയിക്കുമ്പോ, ന്യാസത്തിന് വേണ്ടിയിട്ട് തൊടിയിക്കുമ്പോ ഇവിടെ ഒന്നും സംഭവിക്കണില്ല. ഇതിന് പാരലായിട്ടുള്ള നാഡീ കേന്ദ്രങ്ങളിലാണ് എന്തുണ്ടാവുക? മോട്ടീഫ് ഉണ്ടാവുക. മനസ്സിലായില്ല? അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകളൊക്കെ പഠിക്കാനിരിക്കുന്ന പണ്ടത്തെ കുട്ടികളൊക്കെ എന്താ ചെയ്യുക? ഉറക്കം വന്നാൽ ഉറക്കം പോവാൻ ഒരു പണി ചെയ്യും. എന്താ ചെയ്യുക? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ ചെയ്യുക? ഉറക്കം വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങുക ചെയ്യുക. പണ്ടത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരും സ്കൂളിൽ പോയിട്ടില്ലേ? എന്താ ചെയ്യുക? കാല് വെള്ളത്തിലിട്ട് വെക്കും. കാല് വെള്ളത്തിലിട്ട് വെച്ചാൽ ഉറക്കം പോവും. അല്ലാണ്ട് ഉറക്കം വരുമ്പോ തല വെള്ളത്തിലിടുകയാണോ ചെയ്യുക? തല വെള്ളത്തിലിട്ടാ പിന്നെ എടുക്കാൻ ആളുണ്ടാവില്ല. അപ്പോ കാല് വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? ഈ കാലിനുണ്ടാകുന്ന ആ വെള്ളവുമായുള്ള സംസർഗം കൊണ്ട് മോട്ടീഫ് ഉണ്ടാവുന്നത് എവിടെയാ? മസ്തിഷ്കത്തിലാണ്. അതുകൊണ്ടാണ് മൈഗ്രെയിൻ ഒക്കെ വരുന്ന സമയത്ത് പഴയ ആയുർവേദ വൈദ്യന്മാര് ഈ പെരുവിരലിലാണ് ചില ഔഷധങ്ങൾ പ്രയോഗിക്കുക. ഇതേ തത്വം തന്നെയാണ് അക്യുപങ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ചൈനക്കാര് സ്കിന്നില് പല സ്ഥലത്ത് തൊട്ടിട്ട് ചെയ്യുക. അപ്പൊ ന്യാസത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഒരു കാര്യം കൂടെ പറയാം. ഈ സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയുന്നത്
ഒരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഹിന്ദുക്കൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തകരാറ് എന്താ വെച്ചാൽ എല്ലാറ്റിനും സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലേ നമുക്കൊരു ഏലുള്ളൂ, ഇല്ലെങ്കിൽ ഏലില്ല. പ്രഭാഷണക്കാരായ ഞങ്ങളൊക്കെ പൊരിഞ്ഞ പ്രഭാഷണമാണ്. സയൻസ് ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയണം. അല്ല, എന്നാലല്ലേ ആളുകൾക്ക് മനസ്സിലാവാതിരിക്കുള്ളൂ. അല്ല, അതല്ലേ അതിന്റെ ശരി. അപ്പോഴല്ലേ പ്രഭാഷണം നന്നാവുള്ളൂ, ഇല്ലെങ്കിൽ സംഗതി പൊളിഞ്ഞു എന്നാ പറയാ. അല്ല, ആലോചിച്ച് നോക്കേണ്ടതാണ് നമ്മൾ. കാരണം ഇപ്പൊ അങ്ങനെയാ ട്രെൻഡ്. ഒരാൾ ചോദ്യം ചോദിക്കും, എന്തിനാണ് അമ്പലത്തിന്റെ വാതിൽക്കൽ ആല് നട്ടത്? അപ്പൊ അവിടെ വേറൊരാൾ ഉത്തരം പറയും, ആല് ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന വൃക്ഷമാണ്, അതിന്റെ ചോട്ടിൽ ചെന്നിരുന്നാല് ഓക്സിജൻ ധാരധാരയായി കിട്ടും, അപ്പൊ ഭക്തന്മാർക്ക് രോമാഞ്ചം ഉണ്ടാവും. അതല്ല, ഇവിടെ ഓക്സിജൻ ഡെഫിഷ്യൻസി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇവിടെ അമ്പലവും ആലും ഒക്കെ ഉണ്ടായത്. ഇവിടെ ആരും അമ്പലത്തിന്റെ മുമ്പിൽ ആല് നടല്ല ചെയ്തത്. പൂർണ്ണ, ധൂമ്ര, സുഭത്മ, സുഭദ്ര എന്ന 4 തരം ഭൂമികളില് ആലുള്ള ഭൂമിയിലാണ് ക്ഷേത്രം പ്രതിഷ്ഠിക്കേണ്ടത്. അല്ലാണ്ട് സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊണ്ടൊന്നും ഈശ്വരനെ കാണാൻ പറ്റൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കണം. ദേവി മഹാത്മ്യം വായിച്ചാൽ, ഭാഗവതം വായിച്ചാൽ, സഹസ്രനാമം ജപിച്ചാൽ, നാരായണ കവചം ജപിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുന്നു പറഞ്ഞാൽ അതിന് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, സ്വാനുഭവം തന്നെയാ വേണ്ടത്. കാരണം സയൻസ് ഒരു അളവുകോല് മാത്രമാണ്. 20 to 20,000 ഹെഡ്സിനിടയിലുള്ള ഭാഗമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കാണാൻ പറ്റണത് വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്പെക്ട്രം മാത്രമാണ്. അതുകൊണ്ട് ഈ രാത്രിക്ക് എങ്ങനെയാണ് ഇരുട്ടുണ്ടാവുന്നത് എന്ന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സയൻസിനെ ആസ്പദമാക്കി ഇത് കുഴക്കരുത്. കാരണം അത് സയൻസായിട്ട് തന്നെ പഠിച്ചോളൂ. ഇത് സ്വാത്മാനുഭൂതിക്കുള്ളത് തന്നെയാണ്, ചിന്തിക്കേണ്ടതാണ്. അപ്പോ ഇവിടെ നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ശരീരശാസ്ത്രമായതുകൊണ്ടാണ്. അപ്പൊ ന്യാസം ചെയ്യുമ്പോ ആദ്യം പറയുന്നുണ്ട് വിഷ്ണവേ നമ എന്ന് പറഞ്ഞിട്ട് ന്യാസം ചെയ്യണം. എങ്ങനെയാ ന്യാസം ചെയ്യേണ്ടത്? ഓരോ അംഗങ്ങളില് നമ്മുടെ ശരീരത്തില് സ്കിന്നിലാണ് ഈ ന്യാസം ചെയ്യുക. എന്താ കാരണം? നമ്മുടെ എംബ്രിയോളജി പഠിച്ചാല് നമുക്കറിയാം, അമ്മയുടെ ഫീറ്റസിൽ ഒരു പോയിന്റിൽ നിന്നാണ് സ്കിന്നും ബ്രെയിനും ഉണ്ടാവുന്നത്. പുറത്തേക്ക് വിടർന്നിട്ടുള്ള ബ്രെയിനാണ് യഥാർത്ഥത്തിൽ സ്കിന്ന്. അകത്തേക്ക് പോയ ഇൻവേർട്ടായ സ്കിന്നാണ് ബ്രെയിൻ. അപ്പോ നമ്മൾ ന്യാസം ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത് സ്പർശിക്കുമ്പോൾ ആ ഓരോ സ്ഥലത്തുള്ള സ്പർശനങ്ങളും കൃത്യമായിട്ട് തന്ത്രശാസ്ത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ന്യാസ ക്രമങ്ങൾ പറയും. ഓരോ ന്യാസവും ഓരോ സ്ഥലത്ത് ന്യസിക്കേണ്ടത് വേണ്ടതുപോലെ പറയും. എങ്ങനെയാ ന്യാസത്തിന്റെ കാര്യങ്ങൾ വെച്ചാൽ, ഇപ്പൊ ഹൃദയന്യാസം, ഹൃദയത്തിൽ നമ്മൾ ഹൃദയന്യാസാദികൾ ചെയ്യുമ്പോൾ നമശബ്ദത്തിലാണ് അവസാനിക്കുമെങ്കിൽ, ശിരോന്യാസം ചെയ്യുമ്പോൾ സ്വാഹ എന്ന ശബ്ദത്തിലും, ശിഖാന്യാസം ചെയ്യുമ്പോൾ വഷട്ട് എന്ന ശബ്ദത്തിലും, കവചന്യാസം ചെയ്യുമ്പോൾ ഹും എന്ന ശബ്ദത്തിലും, നേത്രന്യാസം ചെയ്യുമ്പോൾ വൗഷട്ട് എന്ന ശബ്ദത്തിലും, അസ്ത്രന്യാസം ചെയ്യുമ്പോൾ ഭട്ട് എന്ന ശബ്ദത്തിലുമാണ് അവസാനിക്കുക. ഇത് സ്കിന്നിലാണ് പല സ്ഥലത്തും നമ്മൾ തൊടുക. ആ തൊടുന്ന സമയത്ത് ഉണ്ടാവുന്നതും മസ്തിഷ്കത്തിന്റെ മോട്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാം ഏകോപിപ്പിച്ച് നമ്മൾ പഠിക്കണം. ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത് അവനവന്റെ പ്രജ്ഞയെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഉദ്ദീപനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഋഷി, ഛന്ദസ്, ദേവത, ഈ ഋഷി ഛന്ദസ് ദേവത ആദ്യം ന്യസിക്കണം. ആ ഋഷി എന്ന് പറഞ്ഞാല് ഇങ്ങനെ മൃഗമുദ്ര എന്ന് അതിന് പറയാം. മാനിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് മൃഗമുദ്ര എന്ന് പറയാം. അപ്പൊ കവചം ജപിക്കുന്നതിന് മുൻപ് തലയിൽ ആദ്യം, ഏത് മന്ത്രവും ജപിക്കുന്നതിന് മുമ്പ് തലയിൽ ആദ്യം ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞാല് മൂക്കിന്റെയും ചുണ്ടിന്റെ ഇടയിൽ ഇവിടെ സ്പർശിക്കും. അത് കഴിഞ്ഞാല് ഹൃദയത്തിൽ സ്പർശിക്കും. ഇത് സാധാരണ ന്യാസാണ്. ഇപ്പൊ ലളിതാ സഹസ്രനാമൊക്കെ ജപിക്കുമ്പോ, വിഷ്ണു സഹസ്രനാമൊക്കെ ജപിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ന്യാസം സാധാരണ ന്യാസം തന്നെയാണ്. ആ ന്യാസം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത്, ക്ഷേത്രത്തിൽ തൊഴാൻ പോണ സമയത്ത് ചിലരൊക്കെ കാണിക്കുന്ന കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഈശ്വരനോടെ ചിലരൊക്കെ കാണിക്കുന്ന കണ്ടില്ലേ? തൊഴുത് കഴിഞ്ഞാല് ഇങ്ങനെ, ഇതെന്തത് ഇങ്ങനെയൊക്കെ കാണിക്കും. നാളെ കാണാന്നാണോ? അല്ല, ആലോചിക്കേണ്ടതാണ് ഇതെന്താ എങ്ങനെ ആവണത്. ഇത് ന്യാസം അബദ്ധമായതാണ്. അതായത് പണ്ടത്തെ ആളുകൾ തൊഴാൻ വരുമ്പോ ധ്യാന ശ്ലോകമൊക്കെ ജപിച്ചിട്ടാ തൊഴുക. അപ്പൊ അവര് ശ്രീകോവിലിന്റെ മുമ്പിൽ വന്ന് തൊഴുമ്പോ
ഇങ്ങനെ ആദ്യം വെക്കും, ഇങ്ങനെ വെക്കും, പിന്നെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ധ്യാന ശ്ലോകം ജപിച്ചു കഴിഞ്ഞാൽ ഛന്ദസ് മുടിക്കുക എന്നാ പറയാ. അങ്ങനെ വെക്കും, അങ്ങനെ വെക്കും, അങ്ങനെ വെക്കും. അപ്പൊ തൊഴാൻ ചെന്ന് നമ്മളൊക്കെ ഇത് കാണാൻ തുടങ്ങി. കൊള്ളാവുന്നവരൊക്കെ വന്നിട്ട് തൊഴുത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കണത് കാണാൻ തുടങ്ങി. നമ്മളും തുടങ്ങി ഈ പരിപാടി. അവസാനം ഇത് പോയി, ഇത് മാത്രം. ഇതാ നമ്മുടെ സ്വരൂപമാണത്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അനുഷ്ഠാനം ലോപിച്ച വഴിയാണ്. അപ്പോ ന്യാസം എന്ന് പറയുന്നത് ഋഷി എന്ന് പറഞ്ഞാൽ ആരാ? ഏതൊരു മന്ത്രവും ദർശിച്ച ആളിനെയാണ് ഋഷി എന്ന് പറയുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണത്. കാരണം ഒരു മന്ത്രത്തിനെ എഴുതുകയല്ല ചെയ്യുക. നാരായണ കവചം എഴുതപ്പെട്ടതല്ല, ഭാഗവതം എഴുതപ്പെട്ടതല്ല, ലളിതാ സഹസ്രനാമാദികൾ എഴുതപ്പെട്ടതല്ല, ദർശിച്ചവയാണ്. അതുകൊണ്ടാണ് മന്ത്രദ്രഷ്ടാവ് എന്ന് പറയുക. വേദങ്ങളില് മന്ത്രദ്രഷ്ടാക്കളെയുള്ളൂ. ദർശനം എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂഷൻ ഒന്നുമല്ല. ചരകനും സുശ്രുതനും ഒക്കെ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ തന്നെ ഇവിടെ എഴുതി വെച്ചു രക്താണുക്കളുടെ ഘടനയെക്കുറിച്ച്. ഇൻഡ്യൂഷൻ ആണെന്ന് പറയരുത്. കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനനെ കുറിച്ച് നമ്മൾക്ക് എന്താ ധാരണ? നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു വാത്സ്യായനൻ. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ബോധം കിട്ടിയത്? അപ്പോ ഋഷി എന്ന് പറഞ്ഞാല് മന്ത്രത്തെ ദർശിക്കുന്നയാള്. അത് കഴിഞ്ഞാല് ഛന്ദസ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഛന്ദസ് മന്ത്രത്തിന്റെ താളമാണ് യഥാർത്ഥത്തില് ഛന്ദസ്. അത് കഴിഞ്ഞാലോ ഹൃദയത്തിലാണ് പിന്നെ ദേവതയെ ന്യസിക്കുക. ആ ഹൃദയാദിന്യാസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് നാരായണ കവചം നമ്മൾ ജപിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ നാരായണ കവചം ജപിക്കുന്ന സമയത്ത് എന്താ അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ സ്വരൂപത്തിന്റെ ധർമ്മം? ഓരോ ശരീരഭാഗങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ ദേവതകളെ നസിക്കുകയാണ്. നാരായണ കവച മന്ത്രം തുടങ്ങുക എങ്ങനെയാ? ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്ത്യാഘ്രിപത്മപദകേന്ദ്രപൃഷ്ഠേ ധരാരി ചർമാസിയതേഷു ചാപ പാശാന്തധാനോഷ്ടഗുണോഷ്ടബാഹു. ഓരോ അംഗങ്ങളെ പറയുകയാണ്. ഇനി എന്താ പറയണത്? ജലത്തില് വരുണപാശത്തിൽ നിന്ന് എന്നെ മത്സ്യമൂർത്തി രക്ഷിക്കട്ടെ. ഭൂമിയിൽ നിന്ന് എന്നെ വാമനൻ, അതായത് ഭൂമിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് വാമനൻ എന്നെ രക്ഷിക്കട്ടെ. സ്ഥൂല രൂപനായ വിശ്വസ്വരൂപൻ ആകാശത്ത് നിന്നുണ്ടാവുന്ന ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ. കാടിൽ നിന്നും യുദ്ധഭൂമികളിൽ നിന്നും ഉണ്ടാകുന്ന ദോഷങ്ങളെ ഹിരണ്യകശിപുവിന്റെ ഘാതകനായിട്ടുള്ള നരസിംഹമൂർത്തി രക്ഷിക്കട്ടെ. വഴി നടക്കുമ്പോൾ വരാഹമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. പർവ്വത ശിഖരങ്ങളിൽ പരശുരാമൻ എന്നെ രക്ഷിക്കട്ടെ. അന്യദേശങ്ങളിൽ ഞാൻ താമസിക്കാൻ ഇടവരുമ്പോൾ ലക്ഷ്മണനും ഭരത സമേതനുമായ ശ്രീരാമചന്ദ്രൻ എന്നെ രക്ഷിക്കട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും അതീവ ശ്രദ്ധയോടുകൂടി ഈശ്വര ചേതനാ കൽപ്പിത ഭാവത്തിലേക്ക് നയിക്കലാണ് കവചത്തിന്റെ ധർമ്മം. അപ്പൊ അതിനർത്ഥം എന്താ? ബ്രഹ്മാനുഭൂതി തന്നെ. അപ്പോ ആഭിചാരാദി ഉഗ്രധർമ്മങ്ങളിൽ നിന്ന് നാരായണൻ എന്നെ രക്ഷിക്കട്ടെ. ഗർവത്തിൽ നിന്ന്, പ്രമാദങ്ങളിൽ നിന്ന് നരൻ എന്നെ രക്ഷിക്കട്ടെ. യോഗഭ്രംശത്തിൽ നിന്ന് ദത്താത്രേയൻ എന്നെ രക്ഷിക്കട്ടെ. കർമ്മബന്ധങ്ങളിൽ നിന്ന് കപിലൻ എന്നെ രക്ഷിക്കട്ടെ. മന്മഥാവേഗ ദോഷങ്ങളിൽ നിന്ന് സനത്കുമാരൻ എന്നെ രക്ഷിക്കട്ടെ. വഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ അറിയാതെ പോകുന്ന വന്ധ്യദേവതാ വന്ദനം ചെയ്യാത്തതിന് ഹയഗ്രീവമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. ഭഗവത് പൂജാവേളയിലെ അപരാധങ്ങളെ ക്ഷമാപണമായിട്ട് ഞാൻ പറയുമ്പോൾ നാരദൻ എന്നെ രക്ഷിക്കട്ടെ. സകല സങ്കട നിവൃത്തി എനിക്ക് തരേണ്ടത് സാക്ഷാൽ കൂർമ്മമൂർത്തിയായ ശ്രീഹരി തന്നെയാണ്. ഇനിയോ ആപക്ഷ്യ ഭക്ഷണങ്ങൾ കഴിച്ചാല് അതിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങളിൽ നിന്ന് ധന്വന്തരി മൂർത്തി എന്നെ രക്ഷിക്കണം. ശീതോഷ്ണാദി ഭയനിവൃത്തിയിൽ നിന്ന് ഋഷഭദേവൻ എന്നെ രക്ഷിക്കണം. ലോകാപവാദ ഭയങ്ങളിൽ നിന്ന് യജ്ഞമൂർത്തി എന്നെ രക്ഷിക്കണം. ജനപഥാപത്തുകളിൽ നിന്ന് ബലരാമസ്വാമി എന്നെ രക്ഷിക്കണം. സർപ്പങ്ങളിൽ നിന്ന് ആദിശേഷൻ എന്നെ രക്ഷിക്കണം. അജ്ഞാനത്തിൽ നിന്ന് സാക്ഷാൽ വേദവ്യാസമുനി എന്നെ രക്ഷിക്കണം. അഖണ്ഡ മതങ്ങളിൽ നിന്ന് ബുദ്ധദേവനും വേദവിഹിത കർമ്മങ്ങളിലെ ആലസ്യങ്ങളിൽ നിന്നും അതേ ദേവൻ തന്നെ എന്നെ രക്ഷിക്കണം. കലിയുടെ ദോഷത്തിൽ നിന്ന് കൽക്കി എന്നെ രക്ഷിക്കണം. ഇനിയോ പ്രാതകാലത്ത് പ്രഭാതത്തില് കേശവൻ ഗത കൊണ്ട് എന്നെ രക്ഷിക്കണം. 5 നാഴിക പുലരുമ്പോൾ എന്നർത്ഥം. 6 നാഴിക മുതൽ 10 നാഴിക വരെയുള്ള ആസംഗവ കാലത്തില് വേണുധാരിയായ കേശവൻ എന്നെ രക്ഷിക്കണം.
11 മുതൽ 5 വരെയുള്ള പ്രാഹ്നകാലത്തില് ശക്തി സ്വരൂപനായ നാരായണൻ എന്നെ രക്ഷിക്കണം. 16 മുതൽ 20 വരെ ചക്രധാരിയായ വിഷ്ണു എന്നെ രക്ഷിക്കണം. അടുത്ത നാഴിക 21 മുതൽ 25 വരെ അപരാഹ്നകാലത്തില് ശാർങ്ങധാരിയായ വിഷ്ണു എന്നെ രക്ഷിക്കണം. സായംകാലത്തില് മാധവൻ എന്നെ രക്ഷിക്കണം. ഋഷികേശൻ എന്നെ രക്ഷിക്കണം. ഇങ്ങനെ പോവുകയാണ്. എന്താ അതിനർത്ഥം? അവനവന്റെ ശരീരാന്തർഗതമായ ഓരോ സന്ധിബന്ധങ്ങളിലും രോമകൂപങ്ങളിലും ഉൾപ്പെടെയുള്ളത് ഈശ്വരന്റെ ചേതനാവിശേഷമായ അത്യന്ത സൂക്ഷ്മമായ ജ്യോതിസ് തന്നെയാണെന്ന് യാതൊരുവൻ ഉറപ്പിക്കുന്നുവോ അവനെ ലോകത്തിൽ ആർക്കാണ് പരാജയപ്പെടുത്താൻ സാധിക്കുക? കവചം എന്ന് പറഞ്ഞാൽ അതാണ്. നാരായണനും താനും തമ്മില് അഭേദ്യത. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ കാണുക ഓരോ മൂർത്തികളെ. പത്മനാഭൻ എന്നെ രക്ഷിക്കണം. നിശീധത്തിലും അരുണോദയത്തിലും അപരരാത്രത്തിലും ശ്രീവത്സൻ എന്നെ രക്ഷിക്കണം. പ്രത്യൂഷത്തില് ജനാർദ്ദന സ്വാമി എന്നെ രക്ഷിക്കണം. സന്ധ്യകളിൽ ദാമോദരൻ എന്നെ രക്ഷിക്കണം. സൂര്യോദയത്തിലും പ്രഭാതം വരെയുള്ള സമയത്ത് വിശ്വേശ്വരൻ. ശത്രു സൈന്യങ്ങളെ ചക്രം കൊണ്ട് ഇല്ലാണ്ടാക്കണം. കൂഷ്മാണ്ഡ വൈനായക യക്ഷരക്ഷഭൂതാദികളെ ഗത കൊണ്ട് രക്ഷിക്കണം. സംഹരിക്കണം എന്ന് പറഞ്ഞാല് നമ്മളെ രക്ഷിക്കണം എന്നർത്ഥത്തില്. രാക്ഷസാദികളെ പാഞ്ചജന്യം ഭയപ്പെടുത്തട്ടെ. വാളും മറ്റും കൊണ്ട് സകല സൈന്യങ്ങളും ശത്രു സൈന്യങ്ങളും നശിക്കട്ടെ. നവഗ്രഹ ദുർജന ധൂമകേതു പാപഗ്രഹാദികളിൽ നിന്ന് നാമപ്രകീർത്തനങ്ങൾ എന്നെ രക്ഷിക്കട്ടെ. നാരായണ കവചം അവിടെ പൂർണ്ണാവുകയാണ്. എന്ന് വെച്ചാൽ മന്ത്രശാസ്ത്രത്തിന്റെ കൃത്യമായ ദീക്ഷാ സംസ്കാരാദികളോടുകൂടി ഒരു ഗുരുവിനെ സമീപിച്ച് താനും മന്ത്രദേവതയും അന്യമല്ല എന്ന ഭേദമൂർത്തി തലങ്ങളിൽ നിന്ന് താനായി തന്നെ അറിഞ്ഞ് ആത്മജ്യോതിസിനെ സാക്ഷാത്കരിച്ച് തന്റെ പ്രാണനെ ഉദ്ധാപനം ചെയ്ത് യാതൊരുവനാണോ ശ്രദ്ധയോടുകൂടി ഉപാസന നിർവഹിക്കുന്നത് അവനുള്ളതാണ് നാരായണ കവചം. ഈ നാരായണ കവചം വെറും ഒരു മന്ത്രമല്ല, അതൊരു ബ്രഹ്മോപദേശമാണ്, ദീക്ഷയാണ്. നാരായണ കവചം എന്ന മന്ത്രത്തെ നമ്മൾ പഠിക്കുമ്പോ എനിക്കൊരു നാരായണ കവചം കൂടെ പറയാനുണ്ട്. ആ നാരായണ കവചം പറഞ്ഞ് ഞാൻ മഹാത്മാക്കളുടെ സമയം അപഹരിക്കുക എന്നുള്ളത് ബ്രഹ്മഹത്യാ പാപാണ്. ഇപ്പൊ നമുക്ക് സമയമായി, കാരണം അതിന്റെ ഇൻട്രൊഡക്ഷൻ വരെ നമുക്ക് പറയാൻ പറ്റൂ. കാരണം വിഷയം തന്ന സമയത്ത് ശരിക്കു പറഞ്ഞാൽ ഈ വിഷയത്തെ ഇത്രയെങ്കിലും പറയണം എന്നേ കരുതിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്ര ബൃഹത്താണ് ഈ ശാസ്ത്ര വിഷയം. എന്നാലും ഈശ്വര കൃപ കൊണ്ട് ആ നാരായണ കവചത്തിന്റെ താന്ത്രിക സിദ്ധാന്തങ്ങളിലുള്ള ചില കാര്യങ്ങളെ സൂചിപ്പിച്ചു. ഇനി ഈ നാരായണ കവചം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടോ എന്ന് ചിന്തിക്കാം. ഈ നാരായണ കവചം എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് കണ്ണും പൂട്ടി പറഞ്ഞാൽ ബ്രഹ്മവിദ്യയാണ്. ഈ ബ്രഹ്മവിദ്യ കൊണ്ട് സമൂഹത്തിന് എന്താ ഗുണം ചിന്തിക്കേണ്ടതാണ്. സമൂഹത്തിന് നമ്മൾ ഓരോരുത്തരും നൽകുന്ന ഗുണവശങ്ങൾ കൂടെ ആധ്യാത്മിക സബരിയയ്ക്ക് നമുക്ക് ഒരു സംശയവും വേണ്ട നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. ഒരു ധന്യത പറഞ്ഞുകൊണ്ട് നിർത്തണം. ഇതാണ് ഈ സത്രത്തില് നാരായണ കവചത്തിന്റെ പ്രാക്ടിക്കലായ വേർഷൻ. ഇത് ഞാൻ പറയുമ്പോ ചിലർക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ പുസ്തകം ഞാൻ ഇവിടെ വെക്കുകയും ചെയ്യാം. എന്താന്നുള്ളത് പറയാം. ഇത് കേൾക്കുമ്പോ പലർക്കും ചിലപ്പോ ഒരു പുതിയ കാര്യമായിട്ടാ തോന്നുക, ചിലർക്ക് അങ്ങനെയല്ല. സംശയമുള്ളവർക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകം ഇവിടെ വെച്ചേക്കാം. അതായത് നാരായണ കവചം എന്ന് പറയുന്ന ബ്രഹ്മവിദ്യ, അത് ശുദ്ധ ബ്രഹ്മവിദ്യ തന്നെയാണ്. ആ ബ്രഹ്മവിദ്യ ഒരാള് മറ്റൊരാൾക്ക്, ഒരു ഉത്തമനായ ഗുരുനാഥൻ മറ്റൊരു ഉത്തമനായ സാധകന് കൊടുത്താൽ ആ സാധകന്റെ കർമ്മങ്ങളുടെ പൂർണ്ണത പ്രത്യക്ഷമായിട്ടൊരു ഉദാഹരണം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണം. ലോകത്തിലെ അത്ഭുതങ്ങളില് വളരെ ഗംഭീരമായിട്ടുള്ള അത്ഭുതങ്ങൾ, ഞാൻ ഈ പുസ്തകം അതുപോലെ വായിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു പ്രഭാഷണമല്ല എന്ന് പറഞ്ഞത്. 7300 ടൺ ഇരുമ്പും 10,000 ടൺ മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് 324 മീറ്റർ ഉയരത്തിൽ ഗുസ്താവ് ഈഫൽ പാരീസിൽ പടുത്തുയർത്തിയ ഗോപുരം ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെടുന്നു. ലോകരാജ്യങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ വർണ്ണിക്കപ്പെടുന്നു. എന്നാൽ 4 ലക്ഷം ടൺ ഉരുക്കും 6 ലക്ഷം ടൺ സിമന്റും ഉപയോഗിച്ച് 760 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിച്ച മൊത്തം 27 കിലോമീറ്റർ നീളം വരുന്ന 2000-ഓളം പാലങ്ങളും
ആകെ 72.5 കിലോമീറ്റർ വരുന്ന 93 തുരങ്കങ്ങളുമുള്ള കൊങ്കൺ റെയിൽവേ പാതയും അത് അത്യത്ഭുതകരമായ വേഗത്തിൽ പണിതീർത്ത രാജശില്പി ഈ ശ്രീധരനും നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ പോലും വേണ്ട വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഖേദകരമായ ഉത്തരം. ഇതെന്തിനാ ഈ സദസ്സിൽ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ശങ്കയുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ശ്രീധരൻ അവർകളെ അറിയാത്ത ആരും ഈ സദസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അജയ്യനായ രാജശില്പിയാണ്. ഭാരതത്തിന്റെ മനോഹരമായിട്ടുള്ള ഈ അപാരമായ അഡ്മിനിസ്ട്രേഷനും അതിദിവ്യമായ ഇച്ഛാശക്തി കൊണ്ടും ഇന്ന് ജീവിച്ചിരിക്കുന്ന അത്ഭുതങ്ങളിൽ കഴിവുറ്റ ആളാണ് സാക്ഷാൽ ഈ ശ്രീധരൻ അവർകള്. ഈ ശ്രീധരൻ അവർകള് ഡൽഹി മെട്രോ ഉണ്ടാക്കുന്ന സമയത്ത് സമുദ്രപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗാമൺ ഇന്ത്യ ലിമിറ്റഡ് എന്നു പേരായിട്ടുള്ള ഒരു കമ്പനിയുടെ അനാസ്ഥ കൊണ്ട് അവിടെ കുറച്ചു ഭാഗം തകർന്നു വീണ് 7 പേര് മരിച്ചുപോയി. ഈ ശ്രീധരൻ എന്ന് പറയുന്ന മഹാത്മാവിനെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ഉപജാപക വൃന്ദം പിറ്റേ ദിവസം അദ്ദേഹത്തെ ടോർച്ചർ ചെയ്യാനായിട്ട് പത്രസമ്മേളനത്തിൽ കാത്തിരുന്നു. ഈ ശ്രീധരൻ അവർകള് അജയ്യനായ ആ പ്രതിഭ എന്താ ചെയ്തത്? പിറ്റേ ദിവസം വന്ന് പത്രസമ്മേളനത്തില് എന്നേക്കുമായിട്ട് ഞാൻ എന്റെ സ്ഥാനമാനങ്ങൾ രാജിവെക്കുന്നു എന്ന് അദ്ദേഹം തീരെഴുതി. ലോകം നെടുങ്ങിപ്പോയി. 7 പേരുടെ ഉത്തരവാദിത്തം, മരിച്ചതിന്റെ ഉത്തരവാദിത്തം മുഴുവനും പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നുവെന്നും എന്റെ കർമ്മപഥങ്ങളിലുണ്ടായ അപകടകരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണെന്ന് ഓപ്പണായിട്ട് പറഞ്ഞ ഈ ശ്രീധരനെ കണ്ട് മാധ്യമ പ്രവർത്തകർ ഞെട്ടി. അപ്പോഴാണ് അവിടുത്തെ അന്നത്തെ ഭരണാധികാരികള് ഈ ശ്രീധരന്റെ പിന്നാലെ നടന്നിട്ട് പറഞ്ഞിട്ടൊന്നും അദ്ദേഹം കേട്ടില്ല. അവസാനം അങ്കലാപ്പിലായി. കാരണം കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങാനിരിക്കുകയാണ്. ഇദ്ദേഹം ഇട്ടിട്ട് പോയാൽ ആ ഭാരതത്തിന്റെ സുപ്രധാനമായൊരു ആവേഗം നഷ്ടപ്പെടും. ഉടനെ അദ്ദേഹം ഇനി ആര് പറഞ്ഞാലാണ് കേൾക്കുക എന്ന് ചിന്തിച്ചപ്പോഴാണ് ലോകത്തിന് ഒരു മറുപടിയെ പറയാനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ബ്രഹ്മവിദ്യാ സമ്പ്രദായത്തിലെ ഉപദേശകനായിട്ടുള്ള സാക്ഷാൽ ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ്. എനിക്ക് ഇവിടെ നിന്ന് ബാക്കി പറയാൻ പറ്റുന്നില്ല, ശരീരം വിറയ്ക്കുക. കാരണം എന്താ വെച്ചാൽ രാഖി രാമാനം അവിടുന്ന് ഡൽഹി ഭരണാധികാരികള് സ്വാമിജിയെ വന്ന് കണ്ടു എന്നാണ് ഈ പുസ്തകത്തിൽ പറയണത്. ഇത് എന്റെ അറിവല്ല, പുസ്തകം ഞാനിവിടെ വെക്കുകയാണ്. ഇത് വിശ്വാസമില്ലാച്ച വേണ്ട. DC ബുക്സ് ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. DC ബുക്സില് അറിയാലോ, സ്വാമിജിയുടെ പടം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഭൂമാനന്ദ സ്വാമിജി പറയുകയാണ് ശ്രീധരൻ രാജിവെക്കരുത്. അങ്ങനെ ഭാരതത്തിന്റെ സുപ്രധാനമായിട്ടുള്ള പല നാഴികക്കല്ലുകളും ഇച്ഛാശക്തിയോടുകൂടി ചെയ്തു തീർക്കാനായിട്ട് യഥാർത്ഥത്തിൽ നമ്മെ സഹായിച്ചത് ആരാ? എന്താ ശങ്ക? ഇവിടുന്ന് നമുക്ക് ബോംബെക്ക് പോവാനായിട്ട് പറ്റുന്നത് ആര് വിചാരിച്ചിട്ടാണ്? എന്നിട്ട് സംശയോ? ഭൂമാനന്ദ സ്വാമി വിചാരിച്ചിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഇതാണ് നാരായണ കവചം. ഇതേ നാരായണ കവചമാവൂ. കാരണം ബ്രഹ്മവിദ്യാ സമ്പ്രദായം, ബ്രഹ്മവിദ്യ ദീക്ഷിതനാണ് അദ്ദേഹം. സ്വാമിജിയുടെ ജീവിതത്തിന്റെ ഏതൊക്കെയോ ഏടുകളിലൂടെ ആ സ്പർശനം ഒന്ന് ഏറ്റുവാങ്ങിയപ്പോൾ സ്വന്തം ജീവിതം നിഷ്കാമ കർമ്മം ചെയ്ത മഹായോഗിയാക്കി ഈ ശ്രീധരൻ അവർക്ക് മാറ്റാൻ സാധിച്ചത് ഒരു സന്യാസി വര്യന്റെ അശ്രാന്തമായ തീവ്രമായ നാരായണ കവചോപദേശമാണ്. അപ്പോ രഹസ്യമായതാണ് നാരായണ കവചം. ഈ കേട്ടതാണ് നാരായണ കവചമെന്ന് അല്ല സാരം. ഇത് പറഞ്ഞത് ഇതല്ല നാരായണ കവചം എന്ന് പറയാനാ. കാരണം ഇത് ഒരു മന്ത്രഭാഗം മാത്രമാണ്. മന്ത്രത്തിന്റെ ആത്മാവ് ബ്രഹ്മവിദ്യയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ പോരാ, അനുഭവത്തിൽ ഉണ്ടാകുമ്പോൾ. ഇല്ലെങ്കിൽ എന്താ പറ്റുക? സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അനുഷ്ഠിക്കുന്ന ഏതൊരു മന്ത്രോപാസനയ്ക്കും ബ്രഹ്മഹത്യാപാപം മാത്രമാണ് ഫലം. അതിനെ ഇല്ലാതാക്കാൻ ഒറ്റ ചരണാരവിന്ദങ്ങളില്, ഒരേ ഒരു ചരണാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കണം. ആരുടെയാ? ശ്രീഹരിയുടെ.
ആ ശ്രീഹരിയുടെ ചരണാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചപ്പോൾ ഇന്ദ്രൻ മുക്തനായി എന്ന് പറഞ്ഞാൽ ശാസ്ത്രമോ പാണ്ഡിത്യമോ തീവ്രമായിരിക്കുന്ന പ്രയത്നമോ യോഗമോ ജ്ഞാനമോ അല്ല. നിഷ്കാമ കർമ്മം ചെയ്യാനുള്ള ധാരണയുണ്ടാവണമെങ്കിൽ അന്ധകരണത്തിനുണ്ടാകേണ്ട ശാന്തത. പ്രകൃതി എന്നും പുരുഷനെന്നും ഈ ലോകത്തിനെ രണ്ടായിട്ട് തിരിച്ച് സംഖ്യന്മാരുടെ സമ്പ്രദായത്തിലൂടെ ഈ ലോകം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്, പലതായി കാണുന്നു എന്ന് നമ്മളെ ബോധിപ്പിച്ച് ഭാഗവതം കടന്നു വന്ന വഴിത്താരയിലൂടെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു മന്ത്രോപദേശത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ആ മന്ത്രം ശരീരവും മന്ത്രമൂർത്തിയും താനും തമ്മിൽ ഭേദമില്ല എന്ന ഉദ്ഗ്രഥനം നടത്തി ബ്രഹ്മവിദ്യാ സമ്പ്രദായത്തെ നമ്മളിൽ ഉറപ്പിക്കുമ്പോൾ അത് നാരായണ കവചത്തിന്റെ മന്ത്രസ്പന്ദനമായി. ഹരിയുടെ പാദങ്ങളല്ലാതെ മറ്റൊന്നും എനിക്ക് ആശ്രയമായിട്ടില്ല എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നാരായണ കവച മന്ത്രത്തെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ നാരായണന്മാരുടെയും വിശിഷ്യ സകല മുനിജനപാദങ്ങളുടെ പാദങ്ങൾ എന്ന് പറയാൻ നമുക്ക് യോഗ്യത പോരാ. അവരുടെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന ഓരോ പൊടിധൂളികൾ, ആ ഓരോ പൊടിത്തരികളുടെയും നമ്മുടെ ശിരസിൽ അതൊന്ന് തട്ടിക്കിട്ടിയാൽ നമ്മുടെ ജീവിതം മോക്ഷപ്രധാനമായി. അപ്പൊ ഏതായാലും നമുക്ക് സ്വാമിജിയെ സ്മരിച്ചുകൊണ്ട് നിർത്താം. പ്രൗഢോഷ്ണീഷം വിസ്തൃത നിടിലം ചന്ദനാലങ്കൃതാഢ്യം കാരുണ്യാർദ്രം നയനയുഗളം സുന്ദരം മന്ദഹാസം ആശീർവാച മുഖരിതമുഖം ദിവ്യകാഷായ വേഷം ഭൂമാനന്ദം ഗുരുവരമഹം സന്തതം ചിന്തയാമി. ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞവ എന്റെ ഭാഷയുടെ തീവ്രത കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ തരത്തില് വേദനകൾ ഉളവാക്കിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതൊന്നും മാറ്റി പറയാൻ ഞാൻ തയ്യാറല്ല. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെയാണ്. കാരണം ഇതൊന്നും ഈ ഉള്ളവൻ പറഞ്ഞതല്ല. ആ വേദന തട്ടിയിട്ടുണ്ടെങ്കിൽ ആ വേദന ഉരുകി യഥാർത്ഥമായ മന്ത്രോപാസനയിലേക്കും കാപട്യമില്ലാത്ത ലോകത്തിലേക്കും ഉത്തിഷ്ഠത ജാഗ്രത എന്ന ബോധത്തിലേക്ക് ആ വേദനയുടെ വാതായനങ്ങളിലൂടെ തന്നെ ഉയർന്ന് മുനിജനപാദങ്ങളെ വന്ദിക്കാനുള്ള ആർജവം യുവതലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നാരായണ കവചധാരികളായി നമ്മൾ മാറട്ടെ. നാരായണ കവചം ഭാഗവതം തന്നെയാണെന്ന് ഓർമ്മയോടുകൂടി ഇത്രയും നേരം ഈ സദസ്സിനെ ധന്യമാക്കിയ എല്ലാ ഭഗവത് പ്രേമികളുടെയും പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കട്ടെ.